92.3 Malayalam FM. നമസ്കാരം. 92.3 മലയാളം FM-ൻ്റെ മറ്റൊരു ബ്രോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ണി, നിങ്ങളുടെ ഇന്നത്തെ ബ്രോഡ്കാസ്റ്ററാണ്. എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വളരെ രണ്ട് സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റുകളാണ്. ഒന്ന് ശ്രീ വസന്ത്. ഹലോ. ആൻഡ് വി ഹാവ് ഫിലിപ്പ് ഹിയർ. സോ വസന്തും ഫിലിപ്പും ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്, ഇന്ന് ഈ സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്, അവർ റീസെൻ്റ്ലി മെൽബണിൽ റിലീസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമുണ്ട്. അതിന് അംഗീകാരങ്ങൾ അവർ തേടി വന്നു. അതിൻ്റെ മേക്കിങ്ങിൻ്റെ മികവ് കൊണ്ടും അതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെയും സംവിധാനത്തിൻ്റെ ഒക്കെ മികവ് കൊണ്ട് അതിന് നമ്മുടെ ഡയസ്പൊറയിൽ നിന്നല്ല, ഇൻ്റർനാഷണൽ ഓഡിയൻസിൽ തന്നെ ഒരു വലിയ അംഗീകാരം അവർ ചെയ്ത ഒരു ഫിലിമിന് നേടാനായി. പ്രശംസനീയാർഹമായിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു വർക്ക് ചെയ്തതിന് പിന്നിലെ കഥ നമുക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാനാണ് അവർ ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വസന്ത് ആൻഡ് ഫിലിപ്പ്, സ്വാഗതം. നന്ദി. അപ്പോൾ വസന്ത് എന്ന് പറയുന്ന വ്യക്തിത്വം മെൽബണിൽ ഒരു ഫിലിം മേക്കർ എന്നതിന് ഒക്കെ മുൻപ് തന്നെ ഒരു വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചത് ഫിലിം ഡിസ്ട്രിബ്യൂഷനിലും അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റിലുമൊക്കെയാണ് എന്ന് ഞാൻ എടുത്തു പറയുന്നു. അതിനെപ്പറ്റി ഒരു രണ്ട് വാക്ക് വസന്തിന് പറയാമോ? അങ്ങയുടെ ഈ മെൽബണിലെ പ്രസൻസിനെ പറ്റിയും സിനിമയോടുള്ള താല്പര്യം പറ്റിയും. സിനിമയുടെ താല്പര്യം തന്നെയാണ് അതിൻ്റെ തുടക്കം. മെൽബണിൽ വന്ന കാലത്ത് ഇവിടെ അധികം മലയാളം സിനിമകളൊന്നും തിയേറ്ററിൽ വരാറുണ്ടായിരുന്നില്ല. കുറച്ചധികം ഫ്രണ്ട്സ് സിനിമ പ്രേമികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി. 2007 തുടങ്ങി. ഇപ്പോഴും സ്ലൈറ്റ്ലി ഓപ്പറേറ്റിംഗ് ആണ്. ഈ 15-16 വർഷത്തോളം ഞങ്ങൾ പടങ്ങളിവിടെ മെൽബണിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വെരി ഗുഡ്, ഗ്രേറ്റ് ടു നോ. അങ്ങനെ ആ പാഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ മേക്ക് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ ഫിലിമാണ്. അതെ. അപ്പോൾ അംഗീകാരങ്ങളെ പറ്റി സംസാരിക്കുന്നിടത്ത് മൂന്നാമത്തെ ഫിലിമായിട്ടുള്ള 4 Hourനെ പറ്റിയാണ് നമ്മളിന്ന് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപ് 2 എന്ന് പറഞ്ഞൊരു മിസ്റ്റീരിയസ് ആയിട്ടൊരു ഫിലിം, അതുപോലെ ട്രൈ എന്ന് പറയുന്ന വളരെ ഒരു മറ്റൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഒക്കെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മേക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുമൊക്കെ മൂന്നാമത് വളരെ ഇമോഷണലി എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയ, എന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കും ഓഡിയൻസിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിങ്ങിന് ഞാൻ പോയിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ ഒരുപോലെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് അത്. വളരെ ഇമോഷണൽ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫിലിം. അതുപോലെ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു താരപ്രതിഭ എന്ന് പറയണം ശ്രീ ഫിലിപ്പ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത്, പിന്നെ ഒരു മെൽബണിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കൊക്കെ ഞങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഇവിടെ ധർമാകോശി എന്നറിയപ്പെടുന്ന തനിഷ്ക സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ട് ഇരിക്കുന്ന ധർമ്മയുടെ ഹസ്ബൻഡ് എന്ന് ഞങ്ങൾ അറിയുന്ന ഫിലിപ്പിൻ്റെ ഉള്ളിലെ കലാകാരനെ ആദ്യമായിട്ട് പുറത്ത് കൊണ്ടുവന്നത് വസന്ത് ആ 4 Hour എന്ന ഈ പുതിയ ചിത്രം കണ്ടതിലാണ്. ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി, അത്ര മനോഹരമായിട്ട് അദ്ദേഹം അഭിനയിച്ചു. ഫിലിപ്പ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇങ്ങനൊരു കലയുണ്ടെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. വസന്ത് എന്നെ വിളിച്ചപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, വാട്ട് ട്രിഗേർഡ് വസന്ത് എന്നുള്ളതാണ് ഞാനിപ്പോഴും ആലോചിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഏറ്റു കഴിഞ്ഞതിന് ശേഷം മൈ ഓൺലി കൺസേൺ വാസ് മാക്സിമം വസന്തിനൊരു ലെവലുണ്ട്, വസന്ത് ചെയ്തു വച്ചേക്കുന്ന ഒരു ലെവലുണ്ട്, ആ ലെവൽ എത്താൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ അങ്ങോട്ട് പോയി. മനോഹരമായിട്ട് ആ ഔട്ട്കം അച്ചീവ് ആയെന്നേ ഞാൻ അടക്കം ഒന്നടങ്കം പേര് എല്ലാവരും പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു 4 Hour എന്ന വർക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. കാരണം ആ അനുഭവം പങ്കുവയ്ക്കുന്നതിലൂടെ ഒരുപക്ഷെ നിങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊള്ളുന്ന നമ്മുടെ ശ്രോതാക്കളുണ്ട്. ഇന്ന് ഞങ്ങളൊരു വീഡിയോ ഇൻ്റർവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്നവർക്കായി പറയുകയാണ്. യൂട്യൂബിൽ 92.3 മലയാളം FM-ൻ്റെ യൂട്യൂബ് ചാനലിലും ഈ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ വേർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പറയുകയാണ്, ഇത് കാണുന്നതും കേൾക്കുകയൊക്കെ ചെയ്യുന്നവർക്കൊരു പ്രചോദനം ആകട്ടെ എന്ന് കരുതി തന്നെയാണ് ഇന്ന് നിങ്ങൾ അതിഥികളായിട്ട് ഇന്ന് ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും, കാരണം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്ട്രീമായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഫിലിം മേക്കിംഗ്. ജോലിക്കിടയിൽ ചെയ്യുന്നതാണ്, പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ പോലും അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ടെക്നിക്കാലിറ്റി ആയിരുന്നാലും അതിൻ്റെ പിന്നിൽ നടന്നിട്ടിരിക്കുന്ന നല്ലൊരു മനോഹരമായ ഹോംവർക്ക് കാണാനുണ്ട്. ആ ഫിലിം കണ്ടുവരുമ്പോൾ നമുക്ക് അതിനകത്ത്
ആ ലേയേഴ്സ് കാരണം നമ്മൾ ഉള്ളിൽ ഇവോക്ക് ചെയ്യപ്പെടുന്ന കുറച്ച് ഇമോഷൻസ് ഉണ്ട്. ആ ഫിലിം കാണുന്നവർക്കത് മനസ്സിലാകും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ആം, ആം, ഇന്ന് നമ്മളോടൊപ്പം എന്താ പറയുക, ഒരു പ്രചോദനം നമുക്കെല്ലാം തരാൻ അവരെ കൊണ്ടാകും എന്നെനിക്ക് ഉള്ളത് കൊണ്ടാണ് ഇന്ന് അവർ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദ്യം വസന്തിലേക്ക് എന്നെ കൊണ്ടുവരട്ടെ. ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ചിത്രം, അതായത് എനിക്ക് അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് എനിക്ക് അതിനെപ്പറ്റി പറയണമെന്നില്ല, പക്ഷെ അങ്ങനെ പറയാതെ എങ്ങനെ ആ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രം ഇമോഷണൽ എൻഗേജ്മെൻറ്റ് വരുന്നത് ഈ ഒരു ജീവിതഗന്ധിയായ ഒരു കഥയിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം താങ്കൾ കടന്നു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ താങ്കൾ ഒബ്സർവ് ചെയ്തതിൽ നിന്നാണോ ഈ ഒരു ഫിലിം ഇൻസ്പയർ ആയത്? നല്ലൊരു ചോദ്യം. ഈ ഫിലിം എവിടുന്ന് ഇൻസ്പയർ ആയി എന്ന് ഇതുവരെ ഈ പടം കണ്ടതിൽ ഒരാൾ മാത്രമേ അത് പിക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഒരുപക്ഷെ ഇവിടെ റിവീൽ ചെയ്യാം. അൻപേസിവം എന്ന തമിഴ് പടത്തിനെ ആണ് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഓക്കെ. അൻപേസിവത്തിൻ്റെ ലാസ്റ്റ് ഫ്രെയിം ഓഫ് ദാറ്റ് മൂവി കമലഹാസനും ഒരു നായക്കുട്ടിയും ഒരുമിച്ച് നടന്നു പോകുന്നതാണ് അതിൻ്റെ ലാസ്റ്റ് ഫ്രെയിം. ഒരു പക്ഷേ അതായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് സീഡ്. ഒരു ഹ്യൂമൻ ബീയിങ് ആൻഡ് ഒരു പെറ്റും തമ്മിലുള്ള ബോണ്ടിങ്, ബ്യൂട്ടിഫുൾ. അതിൽ നിന്നാണ് ഇതിൻ്റെ കഥ ഉദ്ഭവിച്ചത്. ബ്യൂട്ടിഫുൾ. കാരണം അഗെയിൻ ക്യാരക്ടർ റെവല്യൂഷൻ അധികം ചെയ്യേണ്ടി വരാതെ തന്നെ ഞാൻ പറയുന്നു, ഇതിനകത്ത് ഒരു സൈൻ ലാംഗ്വേജിലൂടെ കൺവേ ചെയ്യപ്പെടുന്ന ഐഡിയാസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഏറെക്കുറെയും എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയും ഇമോഷണൽ ഡിസ്പ്ലേയിലൂടെയും പിന്നെ അതുപോലെയുള്ള ക്യാമറ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരുന്ന ഫ്രെയിമുകളിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഈ കഥ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന റിസർച്ച് ആസ്പെക്ട്സിനെ പറ്റിയാണ്. അതായത് ഇതിൻ്റെ സൈൻ ലാംഗ്വേജ്, ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നിടത്തായിരുന്നാലും പിന്നെ ഈ ക്യാരക്ടറിന് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലുള്ളൊരു ക്യാരക്ടറിനെയാണ് നിങ്ങൾ പോർട്രേ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ഹോംവർക്കാണ് ചെയ്തിരുന്നത്? രണ്ടുപേരോടും കൂടി ഒരു പക്ഷേ എനിക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. സംവിധായകനിൽ നിന്ന് തുടങ്ങാം. ഹോംവർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഓക്കെ. ഇതിൽ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. അന്വേഷിച്ച് പോയപ്പോൾ മനസ്സിലായത് ഇത് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രേലിയയിൽ യൂസ് ചെയ്യുന്ന സൈൻ ലാംഗ്വേജ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അമേരിക്കയിൽ യൂസ് ചെയ്യുന്ന സൈൻ ലാംഗ്വേജ്. അതിൽ നിന്നും സ്ലൈറ്റ് വേരിയേഷൻസ് മറ്റ് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന സൈൻ ലാംഗ്വേജസിലുണ്ട്. അപ്പോൾ ഇതിലൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് അത് നമുക്ക് ഷോർട്ട് ഫിലിമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ എത്രത്തോളം നമുക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് പിന്നെ സെർച്ച് ചെയ്തത്. അതിൽ നിന്നാണ് ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡിസ്ക്ലെയിമറായിട്ട് ഫിലിമിൻ്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞു, സൈൻ ലാംഗ്വേജിൽ പല സ്ഥലങ്ങളിൽ ഇതിന് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വമല്ല, ഞങ്ങൾ തെറ്റിച്ച് ചെയ്യുകയല്ല, പക്ഷേ അത് കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അതിന് ഓപ്പൺ ക്യാപ്ഷൻസ്, സബ് ടൈറ്റിൽസ് എന്നുള്ള രീതിയിൽ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദർ ഇസ് നോ മിസ്കമ്മ്യൂണിക്കേഷൻ ഫ്രം വാട്ട് വി ആർ ഇൻറ്റൻറ്റിങ് ടു ഡു. അതായിരുന്നു ഹോംവർക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എടുത്തൊരു ഷോർട്ട് കട്ട്. ഓക്കെ, താങ്ക് യു. എന്തായിരുന്നു ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്, ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്, ഞങ്ങളുടെ സുഹൃത്തുള്ള നിലയ്ക്കും എൻ്റെ ഹോംവർക്ക് ബേസിക്കലി വസന്ത് തന്നെ ഒരു ദിവസം വിളിച്ച്, ഞാൻ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് പാതി ഉറക്കത്തിലാണ്. വസന്ത് ഇതുപോലെ ഒരു പുതിയൊരു ടോപ്പിക്കുണ്ട്, അതിൻ്റെ ത്രെഡ് പറയുന്നു. പറഞ്ഞാൽ കൊള്ളാം, രസമുണ്ട്. പുള്ളി പറഞ്ഞ് അതിലുദ്ദേശിക്കുന്നത് നിന്നെയാണ്. അപ്പോൾ അപ്പോഴും ഞാൻ ഉറക്കത്തിലാണ്. അപ്പം ഞാൻ ഓക്കെ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഉറങ്ങാൻ പോയി. ഉച്ചയായപ്പോഴാണ് ബോധം തെളിഞ്ഞത്. ഇങ്ങനൊരു കോള് വന്നോ എന്നുള്ളതായിരുന്നു ഫസ്റ്റ്. നോക്കിയപ്പോൾ ഫോൺ നോക്കിയപ്പോൾ അങ്ങനൊരു കോള് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈഫിനോട്, തേമയോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ വസന്ത് ഒരു ഇത് പറഞ്ഞു. അപ്പോൾ തേമയ്ക്കും അതേ റെസ്പോൺസായിരുന്നു, വസന്തിന് നിന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, ഞാനാണ് അതിലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ടെൻഷൻ തുടങ്ങി. അങ്ങനെ പറ്റില്ല, വസന്തുമായിട്ട് നീ ഏറ്റിട്ടുണ്ടെങ്കിൽ വസന്ത് ഒരു ലെവലിൽ ചെയ്യുന്ന പാർട്ടിയാണ്, ഹി വിൽ എക്സ്പെക്ട്
സർട്ടൻ ഇത് കമ്മിറ്റ്മെൻറ്റ് ഫ്രം യു, തമാശ കളിക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ ടെൻഷനാക്കി. അവിടാണ് എനിക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അങ്ങോട്ട് കയറിയത്. അപ്പോൾ ഐ ഡിഡ് വാട്ട് എവറി നോർമൽ പേഴ്സൺ വുഡ് ഡു. നേരെ ചാടി യൂട്യൂബിൽ കയറി അങ്ങനെ കുറച്ച് റിലേറ്റഡ് ടോപ്പിക്സിൻ്റെ മാനർസും പഠിക്കുകയും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് അതിൽ നിന്ന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി ഒരു റെഫറൻസ് പോലെ വെച്ചു. കുറേയൊക്കെ അവിടെ യൂസ് വന്നു. ഈ യൂട്യൂബിൽ കയറി എന്ന് പറയുന്ന സിനിമകളായിരുന്നോ അതോ എന്തായിരുന്നു കണ്ടേ? ബേസിക്കലി ഡിമെൻഷ്യ പേഷ്യൻസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ദ ഹാർഡ്ഷിപ്സ് ദേ ഗോ ത്രൂ, ദ കൺഫ്യൂഷൻ ദേ ഗോ ത്രൂ. പിന്നെ അതെ ആക്ടിങ്ങിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തേമ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും, റിസർച്ച് വല്ലതും ചെയ്തോ എന്ന് പറയുമ്പോൾ ഞാൻ ഇല്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ഞാൻ അവളറിയാണ്ടിരിക്കാൻ എൻ്റെ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റും ചെയ്യാമായിരുന്നു. അപ്പോൾ ഇപ്പം ഇനിയും പറയാമല്ലോ, അവൾ കേൾക്കുന്നുണ്ട്. വൈഫ് ചൂട് കയറ്റിൻ്റെ തന്നെയാണ് കുറച്ച് റിസർച്ച് ചെയ്തത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടായി. തീർച്ചയായിട്ടും വിചാരിക്കും. ഞാനൊരു പക്ഷെ അവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഫിലിപ്പിന് 2 റെഫറൻസ് അയച്ചു കൊടുത്തിരുന്നു. ആ റെഫറൻസ് ഒരു പക്ഷേ റിവീൽ ചെയ്യാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആ റെഫറൻസസ് അത്ര എളുപ്പത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന റെഫറൻസസ് ആയിരുന്നില്ല. അതിൽ ഫസ്റ്റ് റെഫറൻസ് ഐറ്റം വാസ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന മൂവിയിൽ സൗബിൻ ഷാഹിറിൻ്റെ ഒരു ചെറിയ സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് ഞാൻ അന്ന് ആ മൂവി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഓടിയെത്തിയത് ഫിലിപ്പാണ്. ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ എൻ്റെ റെഫറൻസ് പോയിൻ്റ് ആ കഥാപാത്രമായിരുന്നു. അപ്പോൾ ഒരു സർക്കിൾ എന്നുള്ള രീതിയിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് എൻഡഡ് അപ്പ് വിത്ത് ഫിലിപ്പ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ആൻഡ് ഐ വാസ് വെരി ലക്കി ഹി സെഡ് യെസ്. ബ്യൂട്ടിഫുൾ. കാരണം തന്നെ അതൊരു പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഒരു ബോണ്ടിങ്, 2 സുഹൃത്തുക്കളുടെ ഒരു ബോണ്ടിങ്ങിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ കാസ്റ്റിങ്ങിൻ്റെ പിന്നിലെ ഡിസിഷൻ എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. അത് വളരെ ഇൻസ്പയറിംഗ് ആണ് കേട്ടോ. കാരണം ഇപ്പോൾ അത് കേൾക്കുന്ന ശ്രോതാക്കൾ കാണുന്നുണ്ടെങ്കിലും ഫിലിം മേക്കിംഗ് എന്നത് ഒരു ആശയമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലൊരു ഇന്ന സർക്കിൾ ഉണ്ടായിരിക്കും, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നവരുണ്ടായിരിക്കും, ഇതുപോലെ ജീവിതഗന്ധിയായിട്ടുള്ള കഥകൾ നിങ്ങൾ തമ്മിൽ പറയുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ അങ്ങനെയുള്ള പ്രതിഭകൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും. എപ്പോഴും ഒരു സ്റ്റാർ റേറ്റഡ് സെലിബ്രിറ്റീൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഇമോഷനോ അല്ലെങ്കിൽ ഈവൻ അത് ഒരു ചാൻസ് അവരുടെ ലിസ്റ്റിലൊരിടം, അതിനുശേഷം പിന്നെ ഒരു ബുദ്ധിമുട്ടിയാണെങ്കിൽ അവരെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക, കാസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിനെക്കാട്ടിലും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ തന്നെ ആ ആത്മാർത്ഥതയുള്ള സുഹൃത്തിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ നിങ്ങളും ശ്രമിക്കുക. പിന്നെ തിരിച്ച് സിനിമയിലേക്ക് വരുന്നു. ഒരുപാട് ചോദ്യങ്ങളാണത് കാണുമ്പോൾ. താങ്ക് യു ഫോർ ഷെയറിങ്. ഇത്രയും ഈ എക്സ്പീരിയൻസ് ഷെയറിൻ്റെ പാർട്ട് വരുമ്പോൾ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ മെൽബൺ CBD ഇതിനകത്ത് കാണുന്നുണ്ട്. അതിനകത്തൊക്കെ വളരെ ഒത്തിരി തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഷോട്ട്സ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഉണ്ടായ എഫർട്ട് എങ്ങനെയായിരുന്നു? അതിന് വേണ്ടിയുള്ള പെർമിഷൻസ്, പിന്നെ ഇതിന് ലൊക്കേഷൻ സ്കൗട്ടിങ്ങിൽ തുടങ്ങി അതിൻ്റെ പെർമിഷൻസ് കിട്ടുന്നതിലും പിന്നെ ആ സ്ഥലത്ത് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുക, പിന്നെ വളരെ ഇമോഷണലായിട്ടുള്ള രംഗങ്ങളൊക്കെ അവിടെ സിറ്റിയിൽ തന്നെ അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരു പ്രോപ്പർ നമ്മളെന്താ പറയുക, ഒരു പ്രൊഫഷണലി മെയ്ഡ് ഫിലിമിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു ബോൾഡ്നെസ് ആ മേക്കിങ്ങിൽ, അഭിനയത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും കോൺഫിഡൻസോടെ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അതിലേക്ക് നിങ്ങൾ ചെയ്ത വർക്ക് എന്തായിരുന്നു? ലൈക്ക് മെൽബണിൽ അതോറിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നിരിക്കുമല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എൻ്റെ അനിയൻ, വാസ് ഓൾസോ ദി അസോസിയേറ്റ് ഡയറക്ടർ ഫോർ ദ ഷോർട്ട് ഫിലിം, ശരത്തിനാണ്. കുറേ കാര്യങ്ങൾ ശരത്തിനെ ഏൽപ്പിച്ചു. അതിൽ സീൻസ് പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന ഒരു സീനിൽ നമുക്ക് ചിലപ്പോൾ ഇന്ന അതോറിറ്റിയുടെ പെർമിഷൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, സോ അതൊന്ന് അന്വേഷിക്കുക, പെർമിഷൻ വേണ്ടി വരുമോ ഇല്ലയോ, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3-4 സീക്വൻസസ് ഇങ്ങനെ പെർമിറ്റ്സ് വേണ്ടി വന്നേക്കാം എന്ന് തോന്നിയ കുറച്ച് സീക്വൻസസ് ശരത്തിനെ ഏൽപ്പിച്ചിട്ട് ശരത്ത് അതിൻ്റെ ഹോംവർക്ക് നടത്തി. ആൻഡ് ബീങ് ദ പേഴ്സൺ ദറ്റ് ഹി ഈസ്, വളരെ തറോ ഇൻവെസ്റ്റിഗേഷൻസ് ആയിരുന്നു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ
പെർമിറ്റ്സ് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ പെർമിറ്റ്സിൻ്റെ ആവശ്യം ഇല്ല എന്ന് ഒരു എക്സാമ്പിളായിട്ട് മെൽബൺ സിറ്റി കൗൺസിൽ തന്നെ വെബ്സൈറ്റ്സിൽ പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നില്ല, പെഡസ്ട്രിയൻ ആക്സസ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നില്ല, സ്പെസിഫിക് ഏരിയാസ് നമ്മൾ കോർഡൺ ഓഫ് ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പെർമിറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് അതിനനുസരിച്ച് ഞങ്ങൾ സ്ലൈറ്റ്ലി അഡാപ്റ്റ് ചെയ്തു. നമ്മൾ നാച്ചുറലി ഇൻ ഡേ ലൈറ്റ് നമ്മൾ തറോഫിയറിൽ എങ്ങനെ നമ്മൾ പെരുമാറുന്നു അത് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഉൾക്കൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിനെ അഡാപ്റ്റ് ചെയ്തു. വെരി ഗുഡ് ടു നോ, ഗുഡ് ടു നോ. ഇനി തിരിച്ച് ഇതിൽ ഫിലിപ്പിൻ്റെ കാസ്റ്റിംഗ് അല്ലാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കാസ്റ്റ് മെമ്പേഴ്സിനെ പറ്റി എനിക്ക് ചോദിക്കാനുണ്ട്. ഓഫ് കോഴ്സ് അതിനകത്ത് മുഖം കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ പക്ഷേ എന്നെ സ്പെസിഫിക്കലി ഇൻട്രസ്റ്റ് ചെയ്ത 2 കാസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് അതിലെ ഒരു കുഞ്ഞു കുട്ടി, അത് എഗെയിൻ നല്ല മെച്ചുറായിട്ട് അഭിനയിച്ചു എന്ന് നമുക്കൊക്കെ പറയാൻ തോന്നുന്ന ഒരു അഭിനയം അതിനകത്തുണ്ട്. രണ്ടാമത് എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങളോടൊപ്പം സഹകരിച്ചൊരു നായ്ക്കുട്ടിയുണ്ട്, ബോബോ. അപ്പോൾ ബോബോയുടെയും കുഞ്ഞിൻ്റെ കാസ്റ്റിങ്ങിനെയും പറ്റി ഒന്ന് പറയാമോ? ബോബോ ബൈ ഡീഫോൾട്ട് കാസ്റ്റിംഗ് ആയിരുന്നു, കാരണം ഞങ്ങളുടെ പെറ്റാണ്. ബോബോനെ കാസ്റ്റ് ചെയ്യാനുള്ള അതർ റീസൺ ബോബോയും ഫിലിപ്പും തമ്മിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബോണ്ടിങ് നമുക്ക് ഈ പടത്തിന് വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് തോന്നി. അത് കാരണം ബോബോനെ കാസ്റ്റ് ചെയ്തു. യെസ്, ദ ഷൂട്ടിംഗ് വാസ് ടഫ്, കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് അസൈഡ് ബോബോനെ കാസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ്. രണ്ടാമത്തത് സാക്ഷി എന്ന് പറഞ്ഞ 6 year, I think 6 now. ടു ബി ഓണസ്റ്റ്, സാക്ഷി ആയിരുന്നില്ല ഫസ്റ്റ് ചോയ്സ്. ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ മകളെയാണ് ഒറിജിനലി കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഷൂട്ടിങ്ങിനോട് അടുപ്പിച്ച് വന്നപ്പോഴേക്കും ആ കുട്ടിയുടെ അവൈലബിലിറ്റിയും കുറച്ച് ചാലഞ്ചസ് വന്നത് കാരണം ഐ ഹാഡ് ടു ചേഞ്ച് മൈ കാസ്റ്റ്. ആ കുട്ടി ഷൂട്ടിങ്ങിന് അവൈലബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അഗെയിൻ നമ്മുടെ ഫ്രണ്ട് സർക്കിൾസിൽ വേറെ ആരെയും നമുക്ക് കാസ്റ്റ് ചെയ്യാം, ക്യാമറയുടെ മുമ്പിൽ ഇത്തിരി കോൺഫിഡൻസ് ഉള്ള കുട്ടിയുമായിരിക്കണം, എന്നാൽ അറ്റ് ദ സെയിം ടൈം വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയുമായിരിക്കണം. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ കുട്ടി നമ്മുടെ റഡാറിൽ വന്നു. സാക്ഷിയുടെ പേരൻസിൻ്റെ അടുത്ത്, പ്രവീണിൻ്റെ അടുത്തും സ്മൃതിയുടെ അടുത്തും ചോദിച്ചു. ദേ വർ വെരി എക്സൈറ്റഡ്. മോളും അതിനനുസരിച്ച് എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഐ ഹാഡ് ടു മേക്ക് എ വെയിറ്റ് ഫോർ അബൌട്ട് 2 months ബിഫോർ ദ ഷൂട്ട് ഡേറ്റ്. അപ്പോൾ ഷീ വാസ് കോൺസ്റ്റൻ്റ്ലി എൻക്വയറിങ് എപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഷീ വാസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. ബട്ട് ദാറ്റ്സ് ഹൗ സാക്ഷി വാസ് കാസ്റ്റ് ആൻഡ് ഷീ വാസ് സ്പെഷ്യൽ. സാക്ഷിയെക്കുറിച്ച് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഷൂട്ടിംഗ് സമയത്ത് മോൾ അവിടെ വന്നിരിക്കും, വസന്ത് കാര്യങ്ങൾ പറയും, ഡയലോഗ് പറയും. സാക്ഷിക്കൊരു റെസ്പോൺസും ഇല്ല, ഒരു ബ്ലാങ്ക് സ്ക്രീനാണ് മൊത്തം. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ മാറും. അപ്പം നമുക്ക് കുട്ടിക്ക് കാര്യം മനസ്സിലായോ ഇല്ലയോ ഒന്ന് തുടക്കത്തിൽ മനസ്സിലാവില്ല. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷീൽ ഗെറ്റ് ഇൻ ടു ക്യാരക്ടർ. പറഞ്ഞൊക്കെ അങ്ങനെ റെക്കോർഡ് ചെയ്ത് അങ്ങനെ അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ഐ തിങ്ക് വസന്ത് വിൽ അഗ്രി ടു ദിസ്. ഒരുപാടൊന്നും ആ കുട്ടിയായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. എനിക്കതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, അതായിരുന്നു. കാരണം ആസ് എൻ ആക്ടർ യുവർ ഓൺ എക്സ്പീരിയൻസ് വിത്ത് ദ ക്യാരക്ടർ എന്നുള്ളത് സാക്ഷിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിരുന്നത്, കാരണം വളരെ ഇമോഷണലി എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ്, താങ്കളുടെ ക്യാരക്ടറുമായിട്ടാണ് ഈ കുട്ടി വന്ന് എൻഗേജ് ചെയ്യുന്നത് ആ ഫുൾ ഇന്നസെൻസോട് കൂടി. എന്നെ ഏറ്റവും ക്യാച്ച് ചെയ്ത അതിൻ്റെ റൈറ്റിങ്ങിൻ്റെ പാർട്ടും ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു ഡയലോഗാണ്. ഐ തിങ്ക് മൈ മോം ഇസ് ലോസ്റ്റ്, മേ ബി ഐ ആം ലോസ്റ്റ്, ആർ യു ലോസ്റ്റ് ടു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വളരെ ഇന്നസെൻ്റ് ആയിട്ടും ആ കുട്ടി ചോദിച്ചിരിക്കുന്ന ആ കണ്ണിലെ എക്സ്പ്രഷനും ഒക്കെ മനോഹരമാണ്. അതിന് നേരെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മറ്റൊരു കോൺട്രാസ്റ്റിംഗ് എക്സ്പ്രഷനിലാണ് ക്യാരക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആ കുട്ടി വളരെ നാച്ചുറലായിട്ട് അതിനോട് റിയാക്ട് ചെയ്യുകയാണ്, റൈറ്റ്. അതിന് മനോഹരമായിട്ട് അത് ചെയ്യിച്ചിരിക്കുന്നു, അതിന് കുഡോസ്. എന്നിട്ട് അവിടെ എന്താ പറയുക, അവിടെ ഒരു ഓപ്പോസിറ്റ് പ്ലേ ആയിരിക്കുന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അനുഭവം ഇതാണെന്ന് ഇപ്പോൾ പറഞ്ഞു. അതുപോലെ ബോബോ ആയിട്ടുള്ള അനുഭവം എങ്ങനെയായിരുന്നു? ബോബോട്ടന് ഓൾറെഡി ഞങ്ങൾ ബോബോ ഞാൻ ഒരു കെമിസ്ട്രി ഉണ്ട് വസന്തിൻ്റെ അവിടെ പോയിട്ടുള്ള. ബട്ട് അത് ഇത്രയും ഇതിൽ വീഡിയോ എടുത്ത് വരുമ്പോൾ ഇത്രയും എനർജി അതിൽ വരും എന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് തന്നെ
അതായത് ആ ഒരു വഴികാട്ടിയായിട്ട് മാറുന്നതായിട്ട് അത് പ്രകടമാകുന്നുണ്ട്. കാരണം അത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഷീ ഈസ് ലീഡിങ് ദ വേ, ബോബോ ഈസ് ലീഡിങ് ദ വേ ആൻഡ് യു ആർ ഫോളോയിങ്. അതിലും ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഷോർട്സിൽ ലീഷില്ല. പക്ഷെ എൻ്റെ വിഷമത്തിൽ ബോബോ കൂടെ അങ്ങ് വരികയാണ്. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും വീടെത്തണം. ഐ നീഡ് ടു ഗെറ്റ് ടു മൈ പ്ലേസ് ഓഫ് സേഫ്റ്റി. അതിന് ബോബോ ആണ് എൻ്റെ വഴികാട്ടി. സംഹൗ ബോബോസ് അണ്ടർസ്റ്റുഡ് ഹർ സ്ക്രിപ്റ്റ്. Wow. ബോബോസ് ജസ്റ്റ് വാക്ക്ഡ് വിത്ത്, she was walking, I was following Bobo, and it just worked out. വാവ്, ദാറ്റ് സൗണ്ട്സ് ലൈക്ക് പ്യുവർ മാജിക് കേട്ടോ. കാരണം നിങ്ങളൊരു പക്ഷേ സെറ്റിൽ അനുഭവിച്ച ഇമോഷൻ, കാരണം അത് അത് ഞാൻ കാണുമ്പോൾ വസന്തിൻ്റെ വൈഫും അസോസിയേറ്റ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീദേവി അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഇമോഷൻ എനിക്ക് ശ്രീദേവിയിൽ നിന്നും അറിയാൻ പറ്റി. അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ അനുഭവങ്ങൾ അതിനകത്ത് എത്രയും കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളത് ത്രൂ ഹെർ എക്സ്പ്രഷൻ ഇറ്റ് വാസ് ക്ലിയർ ടു മീ. ബട്ട് നൗ ദാറ്റ് യു ആർ സെയിങ് ദിസ്, ഇറ്റ് സൗണ്ട്സ് ബ്യൂട്ടിഫുൾ. ഇതുവരെ കാണാത്തവർ കാണേണ്ട ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. അപ്പോൾ പിന്നീട് എനിക്ക് ഒരു ചോദ്യം വസന്തിനോട്. ഇത്രയും എന്താ പറയുക, വളരെ ഇൻറ്റൻഷനലായിട്ട് ഉള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഷോർട്സ് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിപ്പോൾ കുട്ടിയുടേതായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിലിപ്പിൻ്റെ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്ലീഷേ അവസ്ഥയിൽ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും പ്രൊലോങ്ഡ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്ന ഷോർട്സും അതിനകത്തൊരു കോൺഫിഡൻസ് പ്രകടമാണ്. അപ്പോൾ താങ്കളൊരു എന്ത് തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഉപയോഗിച്ചത് അങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഫിലിം മേക്ക് ചെയ്യാനായിട്ട്? ഈ ഷോർട്ട് ഫിലിം കൺവേ ചെയ്യുന്ന ഒരു തീം, അതിനൊരു ഇമോഷണൽ ജേണി ഉണ്ട്. ആ ഇമോഷണൽ ജേണി ബേസിക്കലി ഫിലിപ്പ് പോർട്രേ ചെയ്യുന്ന കഥാപാത്രത്തിൽ നിന്നാണ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. ആൻഡ് ആ ഇമോഷൻ ബേസിക്കലി ഈസ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓഡിയൻസിന് വളരെയധികം എമ്പത്തി തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഫിലിപ്പ് പ്ലേ ചെയ്യുന്ന കഥാപാത്രം. ആ എമ്പത്തി ഓഡിയൻസിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് പേസ് ആയി പോയി കഴിഞ്ഞാൽ അത് കൺവേ ആവില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് ആ ഒരു അപ്രോച്ചിലേക്ക് എത്തിയത്. എൻ്റെ ഒരു ജനറൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ ഒരു ട്രാക്ക് പ്ലേ ആവുക എന്നുള്ള ഒരു റെഫറൻസ് ട്രാക്ക് എനിക്കുണ്ടാകും. പക്ഷേ ഇപ്രാവശ്യത്തെ ഷൂട്ടിങ്ങിന് എനിക്ക് അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ഇത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഷോട്ടായിരിക്കും. ഇവൻച്വലി അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ അത് ഒരു സ്ലോ മൂഡിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും. അപ്പോൾ വിഷ്വൽസ് അതിനനുസരിച്ച് സ്ലോ ആയിരിക്കണം എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ നിന്നാണ് ഷോർട്സ് ഡിസൈഡ് ചെയ്തത്. അത് പിന്നെ എഡിറ്റ് ടേബിളിൽ വന്നപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ആയിട്ട് മാച്ച് ചെയ്ത് വന്നപ്പോൾ ദ റൈറ്റ് ഇമോഷൻ കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ആ ജേണി സ്ലോ ആയിരിക്കണം എന്നുള്ളത് വളരെ പേർപ്പസ്ഫുള്ളായിട്ട് ഏർലി എടുത്തൊരു ഡിസിഷനായിരുന്നു. ആൻഡ് ആ ഡിസിഷൻ എടുക്കാനുള്ള കാരണം ആ ഇമോഷൻ ശരിക്കും ഡ്രൈവ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് കാണികളിലേക്ക് ആ ഇമോഷൻ എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊലോങ്ഡ് കണക്ഷൻ വിത്ത് ദാറ്റ് ക്യാരക്ടർ വരണം. എങ്കിലേ ആ ഇമോഷൻ ആസ് ഓഡിയൻസ് നമ്മളിലേക്കും എത്തുള്ളൂ. ആൻഡ് എനിക്ക് വളരെ സന്തോഷമായത് ഇത് കണ്ട പലവരും പറഞ്ഞത് യെസ് സ്ലോ ആണെന്ന് പറഞ്ഞു, വിച്ച് ഐ ക്യാൻ ടേക്ക് ദാറ്റ് ഫീഡ്ബാക്ക്. പക്ഷേ ആ സ്ലോനെസ് അവരെ ഈ ക്യാരക്ടറിലേക്ക് അടുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് പലരും പറഞ്ഞ ഒരു ആസ്പെക്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ ആ ഇനിഷ്യൽ ഡിസിഷൻ വളരെയധികം ശരിയായിരുന്നു ഉള്ള ജസ്റ്റിഫിക്കേഷൻ എനിക്ക് കിട്ടി. യെസ്, ആസ് എ ഫിലിം മേക്കർ താങ്കൾ നടത്തിയിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാകുന്നു. പക്ഷേ എങ്കിൽ കൂടി ആസ് എൻ ഓഡിയൻസ് അവിടെ വന്നിരുന്നപ്പോൾ കൺവേ ചെയ്യപ്പെടുന്നത്, കാരണം സ്റ്റാർട്ടിങ് വിത്ത് ദ കഫേ, വെൻ വി സ്റ്റാർട്ട് ഷോയിങ് ദ ക്യാരക്ടർ, കാരണം അതൊരു പേസ് ബ്രേക്കാണ്. അതിന് തൊട്ട് മുമ്പത്തെ ഒരാളുടെ ജോഗിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ നിന്നും പിന്നെ നമ്മുടെ ഒരു കഫേയിൽ തൊട്ട് നമ്മൾ സ്റ്റാഗ്നൻറ്റ് ഷോട്ട്സ് നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. അവിടെ തൊട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സിൻ്റെ ഒരു ഗമനത്തിൻ്റെ ഒരു സ്ലോനെസ് തന്നെ ആയിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നു. മനോഹരമായിട്ട് ആ വിഷ്വൽ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഐ ഹാവ് ടു ഗീവ് ദാറ്റ് കുഡോസ്.
അതുപോലെ ഇപ്പം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കാലിറ്റിയാണ്. കാരണം ഇതിൻ്റെ ക്യാമറ, അപ്പോൾ ഇതിൻ്റെ ഒരു DOP എന്ന് പറഞ്ഞൊരു ഡിസിഷൻ എടുക്കുന്നിടത്ത് മിഥുൻ എത്രത്തോളം കഥയോട് ക്ലോസ് ആയിരുന്നു? ഹൗ വാസ് ദി എൻഗേജ്മെൻറ്റ് ബിറ്റ്വീൻ ദ ഡയറക്ടർ ആൻഡ് ദ DOP? മിഥുനായിട്ടുള്ള കണക്ഷൻ ചെറുപ്പം മുതലുള്ളതാണ്. മിഥുൻ എൻ്റെ കസിനാണ്. മെൽബണിലേക്ക് മാറിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ മാതിരി സിനിമാ പ്രാന്ത് ഉള്ള ഒരാളാണെന്നുള്ളത്. സിനിമാ പ്രാന്ത് ഉണ്ടെന്ന് മാത്രമല്ല, വളരെ സിമിലർ ആയിട്ടുള്ള പ്രാന്താണെന്ന് മിഥുൻ മെൽബണിലേക്ക് മാറിയതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളുടെ ടേസ്റ്റ് വളരെ സിമിലറാണ്. നമ്മൾ മനസ്സിൽ ഏറ്റു നടക്കുന്ന എസ്തെറ്റിക്സ് വളരെ സിമിലറാണ് ഇൻ ടേംസ് ഓഫ് ദ സിനിമ ലാംഗ്വേജ്. അപ്പോൾ വളരെയധികം സിമിലാരിറ്റി ഞങ്ങൾ തമ്മിൽ ഉണ്ട്. പിന്നെ ചെറുപ്പം മുതലുള്ള ബോണ്ടിങ് ഒബ്വിയസ്ലി ഹാസ് ഹെൽപ്ഡ്. അപ്പോൾ ചില സീൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മിഥുൻ ഞാൻ ചോദിക്കും എന്ന് വിചാരിക്കുന്ന ചോദ്യങ്ങളാണ് കൂടുതലും വരിക. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഈസി ആകും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി വിൽ ചാലഞ്ച് മീ ടു സേ വസന്തേട്ടാ, ഈ ഷോട്ട് നമുക്ക് ശരിക്കും ആവശ്യമുണ്ടോ? ഡു വി റിയലി നീഡ് ഇറ്റ്? അതിനുള്ള എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ ചില സമയത്ത് ഹി വിൽ ടേക്ക് ദാറ്റ്, ചില സമയത്ത് അത് ഹി വിൽ ചാലഞ്ച് ഇറ്റ് അഗെയിൻ. അതങ്ങനെ തന്നെ വേണോ, നമുക്കത് വേറെ രീതിയിൽ ആലോചിച്ചൂടെ, അല്ലെങ്കിൽ അത് ടു ക്ലീഷേ ആകുമോ എന്നുള്ള ആ ഒരു കസിൻസ് ഉള്ളൊരു കംഫർട്ടിലും ഉപരി ആസ് എ ഫെലോ ഫിലിം മേക്കർ ഒരു ചാലഞ്ചിങ് ആസ്പെക്റ്റ് മിഥുൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഫൈൻ ട്യൂണിങ് വന്ന് ഇവൻച്വലി ആണ് ഞങ്ങൾ ഷോർട്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വർക്ക്സ് ചെയ്തപ്പോഴും മിഥുൻ എൻഗേജ്ഡ് ആയിരുന്നു. അതിൽ എഗെയിൻ ഞങ്ങളുടെ ആ ജേണി തുടങ്ങിയ ഒരു പീരീഡായിരുന്നു. ഇതിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് വി ഹാഡ് ആംപിൾ ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ദ ഷോർട്സ് ബിഫോർ വി വെൻറ്റ് ടു ദ ഷൂട്ട്സ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു. പക്ഷേ പ്രഡോമിനൻ്റ്ലി കോമൺ ആയിട്ടുള്ള സിനിമ പ്രാന്ത് എന്ന് തന്നെ പറയണം. ഗുഡ്. ഇനി ഫിലിപ്പിലേക്കൊരു ചോദ്യം. ഇതിനകത്ത് വളരെ ഓഡിയൻസിനെ ഇമോഷണലി എൻഗേജ് ചെയ്തത് ഫിലിപ്പിൻ്റെ എക്സ്പ്രഷൻ. ഒരു സൈഡിൽ ദ ഫ്രെയിം ഈസ് റെഡി ഫോർ യു ആൻഡ് ദെൻ യു ആർ ആസ്ക്ഡ് ടു ആക്ട്. യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ. യു ഹാവ് ഡൺ യുവർ ഹോം വർക്ക്. അതിനകത്ത് പക്ഷേ ഇമോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഫിലിപ്പ് അഭിനയിക്കുകയാണെന്ന് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് അതാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയില്ല താങ്കൾ അഭിനയിക്കുകയാണെന്ന്? അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെ എനിക്ക് പറയാനും എനിക്കറിയത്തില്ല. ഇതിനു മുന്നേ ഞാൻ ക്യാമറയുടെ മുന്നിൽ പോയിട്ടുമില്ല. എന്തോ മൈ ഓൺലി വിഷൻ വാസ് വസന്ത് ക്യാരക്ടർ പറഞ്ഞു. അപ്പോൾ സംഭവം ആ ക്യാരക്ടറിലോട്ട് കയറണം. ആ ക്യാരക്ടർ കയറാൻ വേണ്ടി അതിനുള്ള സ്റ്റഡി ചെയ്തു. അന്നത്തെ സിറ്റുവേഷനിൽ പുള്ളി അപ്പം ബ്രീഫ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ആ ബ്രീഫ് ചെയ്യുന്ന തന്നെ എനിക്ക് കിട്ടുന്ന ഒരു ഐഡിയ വെച്ച് അങ്ങ് ചെയ്യാണ്. അത് ക്ലിക്കാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് വസന്ത് സ്ക്രീനിൽ നോക്കിയിട്ട് വസന്ത് ഓക്കെ പറയും. അല്ല ചില നേരത്തെ എനിക്ക് നന്നായെന്ന് തോന്നിയത് അങ്ങോട്ട് നോക്കുമ്പോൾ വസന്ത് പറയും ഇല്ല ഇതൊന്നുകൂടെ പോകണം എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇതിൽ അങ്ങ് ചെയ്തു പോയി. അതെങ്ങനെയോ ക്ലിക്കായി എന്നുള്ളതാണ്. എനിക്കത് ഇൻ വേർഡ്സ് പറയാൻ എനിക്കറിയില്ല. ഞാൻ ഇൻ്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞു ഐ വാസ് ലക്കി ദാറ്റ് ഹീ സെഡ് യെസ് എന്നുള്ളത്. ഓക്കെ, അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അത് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ഇൻ്റർവ്യൂസും ഫിലിം മേക്കേഴ്സിനെ കണ്ടപ്പോൾ പല പ്രഗത്ഭരായ ഫിലിം മേക്കേഴ്സ് പ്രഗത്ഭരായ ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ചില സീൻസ് അവർ യെസ് ഓൺ പേപ്പർ ആ സീൻസ് ഉണ്ട്, പക്ഷേ അതിൽ ആ ആക്ടർ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അവിടെ ഡയറക്ടറിൻ്റെ വർക്ക് കുറയുകയാണ്. ആൻഡ് അവിടെ ക്യാമറ വെച്ച് അവിടെ ഇരുന്നാൽ മതി, യു ഗെറ്റ് വാട്ട് യു വോണ്ട്. ആ ഒരു മാജിക്ക് ഫിലിപ്പ് കാരണം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ ബ്യൂട്ടിഫുൾ ടു ഹിയർ ദാറ്റ്. കാരണം ഞാൻ ചോദിക്കാൻ വന്നതും കാരണം ഞാൻ ഇന്നലെയും കൂടെ ആ സിനിമ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരിക്കലും എന്താ പറയുക, ഒരു അൺനാച്ചുറാലിറ്റി തോന്നാത്ത വിധമാണ് ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസിഷൻ ഫ്രം ദാറ്റ് സാഡ്നെസ് ടു ആ ഒരു ഔട്ട്ബേസ്റ്റ്
ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് വരുന്നുണ്ട് ആ ക്യാരക്ടറിന്. അതിലേക്ക് അദ്ദേഹം വളരെ നാച്ചുറലായിട്ടാണ് ഇറങ്ങിപ്പോയതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇൻക്ലൂഡിങ് ഇപ്പം നമുക്ക് ടിയേഴ്സ് വരുന്നതാണെങ്കിലും അതൊന്നും കട്ട്സ് ഇല്ലല്ലോ അവിടെ. ഐ മീൻ യു ആർ ജസ്റ്റ് യൂസിങ് ദ സെയിം ഫ്രെയിം, ആ ഒരു സിംഗിൾ ഷോട്ടിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് മനസ്സിലാവുന്നു കേൾക്കുമ്പോൾ ഫിലിപ്പിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട രീതി, പിന്നെ എന്താ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഡയറക്ടർ ആൻഡ് ദി ആക്ടർ, അതിൻ്റെ മാജിക്. പിന്നെ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ തന്നെ ആ ഒരു ബോണ്ടിൻ്റെ ഒരു പ്രത്യേകത കൂടി ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഉം, ആ ക്യാരക്ടറിന് പൊതുവേ വേണ്ടിയിരുന്ന ഒരു ഹെൽപ്ലെസ്, ഡെസ്പറേറ്റ്, ഫ്രസ്ട്രേറ്റഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ പലതവണ വേറെ ഇമോഷൻസ് ഒന്നും വേണ്ടാത്ത ഷോട്ട്സ് വരുമ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് മാറി നിന്ന് എല്ലാവരും സംസാരിക്കും, കോമഡി പറയും, പല കാര്യങ്ങളും അങ്ങനെ പറയും. അപ്പോൾ വസന്ത് അവിടെ ഇരുന്ന് പ്ലാനിങ് ചെയ്യായിരിക്കും. അത് കഴിയുമ്പോൾ വസന്ത് പറയും, ഈ ഷോട്ടിന് ഇതായിരിക്കണം, കണ്ണ് കലങ്ങിയിരിക്കണം, ഇതാണ് ഇതാണ് വേണ്ടിയ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിയുന്ന പറഞ്ഞാൽ എനിക്ക് ആ ട്രാൻസിഷൻ നടക്കുന്നില്ല. അപ്പോൾ ദാറ്റ്സ് വെയർ ഐ വാസ് സ്ട്രഗ്ലിങ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സൗഹൃദം ഉണ്ട്, ബട്ട് അതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ എനിക്ക് ടൈം എടുക്കും. സോ ദെൻ ഐ ഹാഡ് ടു ഡിസ്കണക്ട് ഫ്രം ദെം ആൻഡ് ഐ സ്റ്റേഡ് അസൈഡ് ആൻഡ് ഐ സ്റ്റേഡ് ഡിപ്രസ്ഡ്. എന്നാലേ ഇത് ആ ക്യാരക്ടറിന് വേണ്ടി ഇത് വരുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായോടെ ഞാൻ ആ സൈഡിൽ നിന്ന്, അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വേറൊന്നും കൊണ്ടല്ല, ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇതിങ്ങോട്ട് മാറ്റാൻ എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ട്രെയിൻഡ് ആക്ടറും അല്ല. സോ ദെൻ ഐ ഡിസ്കണക്റ്റഡ് ഫ്രം ദെം ആൻഡ് ഐ സ്റ്റൂഡ് അസൈഡ്, kept that character in play. So then Vasant action പറയുന്ന തന്നെ ഐ എം ഏബിൾ ടു ഗെറ്റ് സ്ട്രൈറ്റ് ഇൻ ദ ക്യാരക്ടർ. ഇതിൽ 2 സീക്വൻസസ് ഉണ്ട് വേർ ഹീസ് ഇമോഷണലി ബ്രേക്കിംഗ് ഡൗൺ. അത് ഷൂട്ട് ചെയ്യാനായിരിക്കും വളരെയധികം ചാലഞ്ച് ഉണ്ടാകും എന്നുള്ളത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ അറിയാമായിരുന്നു. പക്ഷേ എനിക്ക് അതിലും വലിയ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീൻ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ഫിലിപ്പിന് പറഞ്ഞു കൊടുക്കണ്ടേ, അതായിരുന്നു എനിക്ക് വലിയ ചാലഞ്ച്. കാരണം എനിക്ക് കാണിച്ചു കൊടുക്കാൻ അറിയില്ല, ഞാനത് ശ്രമിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടും. എന്നാൽ അറ്റ് ദ സെയിം ടൈം ആ ഇമോഷൻ കിട്ടാൻ വേണ്ടി ഫിലിപ്പിനെ മോട്ടിവേറ്റ് ചെയ്യണം, ഓർ ഐ നീഡ് ടു ഗെറ്റ് ഹിം ഇൻ ടു ദാറ്റ് സ്പേസ് സോ ദാറ്റ് ഹി ക്യാൻ പെർഫോം ദാറ്റ്. അപ്പോൾ ഇത് ഞങ്ങൾ ഏറ്റവും ഡേ 1 ഓഫ് ഷൂട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളൊരു വളരെ ലൈറ്റായിട്ട് ഉള്ള ഒരു സീനാണെങ്കിലും ഇഫ് ഇറ്റ്സ് ഇമോഷണലി ഇൻവോൾവ്, ഫിലിപ്പ് കുറച്ച് സ്പേസ് എടുക്കുന്നു. ഓക്കെ, ഞാൻ ഷോട്ട് സെറ്റ് ചെയ്യണ നേരം കൊണ്ട് ഫിലിപ്പ് ഒന്ന് മാറി നിന്ന് ഹീസ് ഗെറ്റിംഗ് ഇൻ ടു ഹിസ് ഓൺ സോൺ എന്നുള്ളത് ഒബ്സർവ് ചെയ്തു. അത് അങ്ങനെ ഞാൻ പിന്നീട് അഡോപ്റ്റ് ചെയ്തു. അങ്ങനത്തെ സീൻസ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഫിലിപ്പിൻ്റെ അടുത്ത് ഫിലിപ്പെ നമ്മൾ ഇന്ന് ഈ ഷോട്ട് ഇതാണ് ചെയ്യുന്നത്, സോ ജസ്റ്റ് പ്രിപ്പയർ വാട്ട് യു നീഡ് ടു ഡു എന്ന് പറഞ്ഞ് ഫിലിപ്പിനെ കുറച്ച് നേരം വെറുതെ വിടും. എന്നിട്ട് ഞങ്ങൾ ക്യാമറ ഇതെല്ലാം സെറ്റപ്പ് ആക്കി ലാസ്റ്റ് ഫിലിപ്പ് നമ്മൾ ഷോട്ടിന് വന്ന് ഇരിക്കുന്ന ടൈം ആകുമ്പോൾ ഫിലിപ്പിൻ്റെ അടുത്ത് പറയും, ഫിലിപ്പ് ഇവിടെ കരച്ചിലുണ്ട്, കരയണം, എത്ര കരയണം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, ഓൺലി തിങ് കൈ വെച്ച് മുഖം മറയ്ക്കാതെ നോക്കുക. കാരണം നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇമോഷണലി വരുമ്പോൾ ആസ് ഹ്യൂമൻസ് നമ്മൾ താനെ മുഖം മറച്ച് കരയും. അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് എത്രത്തോളം നമുക്കത് കൈ മുഖം കവർ ചെയ്യാതെ കിട്ടുന്നോ അത്രത്തോളം ഇത് ഭംഗിയാവും. ഭംഗി എന്ന് പറയണത് സാഡിസം ഉള്ള ഒരു ആംഗിളിൽ നിന്നല്ല, പക്ഷേ ആസ് എ ഡയറക്ടർ നമുക്ക് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാനുള്ള ഇമോഷൻ കണ്ണിൽ നിന്ന് കിട്ടുന്ന അത്രയും വേറെ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. ആൻഡ് എക്സ്ട്രീം ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട് ആയത് കാരണം നമുക്ക് ഫേസും കണ്ണീരും മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ കൈവച്ച് കണ്ണ് മറച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പോകും. അപ്പോൾ അത് കെയർഫുൾ ആയിരിക്കണം എന്ന് ഞാൻ ഫിലിപ്പിൻ്റെ അടുത്ത് പറഞ്ഞു. ആൻഡ് വേറൊരു ചലഞ്ച് ഞാൻ അതേസമയം ഫിലിപ്പിന് ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒറ്റ ഷോട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ടൈം കരയണം, അത് കഴിഞ്ഞ് പതുക്കെ അതൊന്ന് അവിടെ ഹോൾഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത്ര ടൈമിനുള്ളിൽ തിരിച്ച് നോർമൽസിയിലേക്ക് എത്തണം. അത് അത്ര പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയാമായിരുന്നുള്ളൂ, ബാക്കി ചെയ്തത് ഫിലിപ്പാണ്. അതും ഒരു ചലഞ്ചായിരുന്നു. വസന്ത് പറഞ്ഞ പോലെ നാച്ചുറലി
മനസ്സിലൊരു ഇമോഷൻ വന്നു കഴിയുന്ന മുഖം കവർ ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറൽ റെസ്പോൺസ്. അപ്പോൾ പതുക്കെ കൈ പൊങ്ങി വരുന്നുണ്ട് വസന്ത അവിടെ നിന്ന് പറയും കൈപ്പൊക്കല്ല 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 എന്ന്. അപ്പോൾ ഇത് കേൾക്കുകയും വേണം, കരയാൻ വേണം, പിന്നെ ക്യാമറയിലോട്ട് നോക്കാനും പാടില്ല, ഞാൻ യെസ് പറഞ്ഞും പോയി എന്നുള്ളൊരു അപ്പോൾ എങ്ങനെയോ വസന്തിന് വേണ്ടിയ സാധനം വസന്ത് ഒപ്പിയെടുത്തു എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വസന്ത് എൻ്റെ കയ്യിൽ നിന്ന് പോവും, പിന്നെ ഞാൻ ഒരു താളത്തിൽ ഞാനിത് ചെയ്തു പോവും, കൂടെ പിടിച്ചോണമെന്ന് പറഞ്ഞു. ഉണ്ണി നേരത്തെ ചോദിച്ചു ഇത് സിംഗിൾ ടേക്കിൽ എങ്ങനെ എടുത്തു എന്നുള്ളത്. ഇത് സിംഗിൾ ടേക്കിൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ അതിനു മുമ്പ് ഒരിക്കൽ ഞങ്ങൾ ശ്രമിച്ചു. ഫിലിപ്പിന് ഇത് ഇത്ര ബുദ്ധിമുട്ടാവാതെ നമുക്കിതൊരു മൾട്ടിപ്പിൾ ഷോട്ട്സ് ആയിട്ട് ഈ കരയുന്ന അതേ സീക്വൻസ് നമ്മൾ മൾട്ടിപ്പിൾ ഷോട്ട്സ് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫിലിപ്പിന് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ആ ഷോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ആംഗിളിൽ നിന്ന് മറ്റേ ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് മാസ്ക് ചെയ്യാമല്ലോ എന്നുള്ള ഒരു അറ്റംപ്റ്റായിട്ട് ഞങ്ങളിത് മുമ്പ് ഷൂട്ട് ചെയ്തു. അത് ഭംഗിയെ വന്നു, ഇല്ല എന്നല്ല. പക്ഷേ അതിൻ്റെ പ്ലേ ബാക്ക് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ലാപ്ടോപ്പിലിട്ട് കണ്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഭംഗി ഇതൊരു സിംഗിൾ ഷോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഓഡിയൻസിലേക്ക് അത്രയും അധികം എത്തിച്ചേരും. ആൻഡ് ആ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഉദ്ദേശവും. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ആ കഥാപാത്രത്തിനോടുള്ള എംപത്തി ഓഡിയൻസ് അത്രയും ഫീൽ ചെയ്യണം. അതിന് ഇതൊരു സിംഗിൾ ഷോട്ടായി പോയാലേ പറ്റുള്ളൂ. അപ്പോൾ നാച്ചുറലി ഡയറക്ടർ പറഞ്ഞു ഫിലിപ്പേ നമുക്കിത് സിംഗിൾ ഷോട്ടായിട്ട് ചെയ്യണം, ഐ ഡോണ്ട് നോ യു ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിച്ചു. ബട്ട് ക്ലിയർലി ദർ വാസ് എ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻ ഓൺ ഹിസ് ബിഹാഫ് ആൻഡ് ഹി ഹാഡ് ഹിസ് ഓൺ പ്രോസസ്സ്. അത് എന്തായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് നേരത്തെ പറഞ്ഞ മാതിരി ദർ വാസ് എ മാജിക് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ് വർക്ക്. ബ്യൂട്ടിഫുൾ. ഒരുപക്ഷെ മെത്തേഡ് ആക്ടിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ കേട്ടത്. ഇപ്പോൾ ഫിലിപ്പ് സ്വയം ഡിസ്കവർ ചെയ്തു എന്ന് പറയുന്ന, എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സമയം ഞാൻ അതായിട്ട് അല്ല ഞാൻ ആ പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ പിന്നെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്, ഒരു സ്വിച്ച് ഇട്ട പോലെ അല്ല ഞാൻ ആ ക്യാരക്ടറിലേക്ക് കയറുന്നതെന്ന് അല്ല, പറയുന്നുണ്ടായി. രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ക്യാരക്ടറിൻ്റെ ഹെൽപ്ലെസ്നെസ്. കുറച്ച് ദിവസം ഞാൻ ആ ഒരു പൊസിഷനിൽ ഇരുന്ന് നോക്കി. ഇപ്പോൾ ഒരു ഡിമെൻഷ്യ പേഷ്യൻറ്റ് ആവശ്യത്തിനുള്ള കാശ് ഉണ്ടാവാം, പക്ഷെ പിന്നെ അറിയില്ലേ പോയി. ഫോൺ ഉണ്ടാവും, പക്ഷെ ആ ഫോൺ തൊലഞ്ഞു പോയാലോ അല്ല ഫോണിൻ്റെ പാസ്കോഡ് മറന്നു പോയാലോ അതും പോയി. ഇഷ്ടം പോലെ ഫാമിലി ഉണ്ടാവാം, പക്ഷെ ഈ ഫാമിലി എവിടെയാണെന്ന് അറിയാണ്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഉത്തരം നോക്കി 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 ഒരു മതിൽ എന്നിടിക്കും. അതെ. അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വരുമ്പോൾ ഉള്ളിലൊരു പേടി വരും. ആ പേടി ആണ് ഞാൻ ചാനലൈസ് ചെയ്യാൻ നോക്കിയത്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും വി ഓൾ ഹാവ് ഇൻസെക്യൂരിറ്റീസ്. പലരും മാസ്ക് ചെയ്യും, പലരും അത് ചിരിച്ചു തള്ളും, പലരും അത് ചെയ്യും. ആ ഇൻസെക്യൂരിറ്റീസ് 2-3 തവണ ഒന്ന് പോക്ക് ചെയ്ത് നോക്കി. പിന്നെ വാട്ട് എവർ ഹാപ്പൻഡ്. Wow. So you relied on your own way to empathize with such situations and also a little bit of your own personal experiences to get there. അത് അതാണ് ലോകപരിചയം, അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ മാതിരി ഒരു ആക്ടറിനെ ഒരു ആക്ടർ ആക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടത്. പിന്നെ ഒരു ഇൻ്റലിജൻസ് ഫ്രം ദ പാർട്ട് ഓഫ് ദി ഡയറക്ടർ ആൻഡ് ആസ് വെൽ ആസ് ദി ആക്ടർ, അവരുടെ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെയാണ് ഇത്ര മനോഹരമായിട്ട് കെമിസ്ട്രി സാധ്യമാക്കിയതെന്നും മനസ്സിലാവുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ടൈമിൽ ഇത് വളരെ ലെയേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്തു. അത് ഇതിൽ മാത്രമല്ല, ഇതിന് മുമ്പത്തെ വർക്ക്സിലും ആ ഒരു ലെയേർഡ് അപ്രോച്ച് ഉണ്ടായിരുന്നു. ഇതിലത്തെ ലെയേർഡ് അപ്രോച്ച് എന്നെ സംബന്ധിച്ചോളം വളരെ ട്രിക്കി ആയിട്ടുള്ള ഒന്നായിരുന്നു. കാരണം എവിഡൻറ്റ് ആക്കുകയും വേണം, എന്നാൽ അറ്റ് ദ സെയിം ടൈം അത് ഹൈലൈറ്റ് ആവപ്പെടുകയും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, മെമ്മറി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ഒരു കഥാപാത്രമാണ്, അതേമാതിരി സംസാരിക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ എവിഡൻ്റ് ആയിട്ട് ഈ കഥാപാത്രത്തിൻ്റെ ട്രെയ്റ്റ്സ് ആണ്. ആൻഡ് ഇത് കാണിക്കണം, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇത് മുഴച്ച് നിൽക്കുന്ന രീതിയിൽ കാണിക്കരുത്. അപ്പോൾ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചായിരുന്നു.
ആൻഡ് അതിനനുസരിച്ചുള്ള കഥാസന്ദർഭങ്ങൾ ഒരുക്കുക എന്നുള്ളതും അവിടെ ഒരു ചലഞ്ചായിരുന്നു. അങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇതിൽ വേണ്ട ഓക്കെ ഈ സീൻ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ സിമ്പിളായി നിൽക്കും, ഇത് മുഴച്ച് നിൽക്കാതെ നമുക്കിത് പ്രകടിപ്പിക്കാൻ പറ്റും, ആൻഡ് അറ്റ് ദ സെയിം ടൈം അവിടെ നമുക്കൊരു പെർഫോമൻസ് എക്സ്ട്രാക്റ്റ് ചെയ്യാനും പറ്റും എന്ന് മനസ്സിലായത്. ആ ഒരു അപ്രോച്ച് ഒരു 3-4 സീൻസിൽ ടഫായി എനിക്ക് തോന്നിയ ഒരു 3-4 സീൻസിൽ ആ ഒരു അപ്രോച്ച് എടുത്ത് നോക്കിയപ്പോൾ യെസ് ഇത് വളരെ സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, കാണികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്തിച്ചേരും, എന്നാൽ വളരെ സട്ടലായിട്ട് അത് എത്തിച്ചേരും എന്നുള്ള ഒരു ആസ്പെക്റ്റ് മനസ്സിലായി. അതിൽ ഫർദർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് സ്ക്രീൻ പ്ലേ കുറേയൊക്കെ പൂർത്തിയായത് എന്ന് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി മിഥുനായിട്ട് ഞാൻ സീൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മിഥുൻ്റെ ഇൻപുട്സ് വരും, അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക്, പിന്നെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ശ്രീദേവിയുടെ ഇൻപുട്സ് വരും. ആൻഡ് ദാറ്റ് വാസ് എ ബിഗ് ഇൻപുട്ട് ഫ്രം ഹർ പാർട്ട്. കാരണം ഓരോ സീനും വളരെയധികം ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു സീൻ എടുത്തിട്ട് ആ സീനിൽ ഇന്ന എലിമെൻറ്റ് വേണോ വേണ്ടയോ, അത് നമ്മളത് ഷോക്കേസ് ചെയ്താൽ അത് ടു ഹൈലൈറ്റഡ് ആകുമോ എന്നുള്ള പല ചാലഞ്ചസും എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ശ്രീദേവിയായിട്ടാണ് ഞാനത് ബൗൺസ് ചെയ്തിരുന്നത്. ആൻഡ് അത് വർക്ക് ചെയ്യും, അതായത് ഓഡിയൻസിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ന ഒരു ആസ്പെക്റ്റ് എത്തിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് ഇൻക്ലൂഡ് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യും. അങ്ങനത്തെ കുറേ എലിമെൻറ്റ്സ് ഇതിൽ അഗെയിൻ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി റിവിഷൻസ് സ്ക്രിപ്റ്റിന് സംഭവിച്ചിട്ടുണ്ട്. എഴുത്തിലല്ല, പക്ഷേ എഴുത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ കുറേ റിവിഷൻസ് നടന്നു. ഓക്കെ. പിന്നെ വളരെ സ്റ്റക്കായൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ കഥാപാത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെമ്മറി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്, സംസാരിക്കാൻ പറ്റില്ല. ഇതല്ലാതെ ഈ കഥാപാത്രം വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. ഈസ് ലോസ്റ്റ്, ഫിസിക്കലി ലോസ്റ്റ്. ഒന്നും വീട്ടിലേക്കുള്ള വഴി അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഓഡിയൻസിലേക്ക് കൺവേ ആകണം. അതെങ്ങനെ കൺവേ ആകും? മറവി അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റായ്മ എന്നുള്ള കാര്യം നമുക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നമുക്ക് വിഷ്വലി പറ്റും. പക്ഷേ വഴി തെറ്റി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ മറന്നു നിൽക്കുകയാണ് എന്നുള്ളത് കൺവേ ചെയ്യാൻ എങ്ങനെ കൺവേ ചെയ്യും എന്നുള്ള ഒരു പോയിന്റിൽ എത്തി. സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ എങ്ങനെ കൺവേ ചെയ്യും, അതൊരു മേജർ ബ്ലോക്കായിട്ട് നിന്നു. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാക്ഷി എന്നുള്ള കഥാപാത്രത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നത്. ഓക്കെ. അത് ഐ വിൽ പ്രോബ്ലി ഗിവ് ദ ക്രെഡിറ്റ് ടു ഡയറക്ടർ അഞ്ജലി മേനൻ. ഓക്കെ. അഞ്ജലി മേനൻ ഇവിടെ 2021 ആണോ അല്ല മെൽബൺ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഷി വാസ് എ ഗസ്റ്റ്. അപ്പോൾ ദേ ഹാഡ് എ സൂം മീറ്റിംഗ് വിത്ത് ഓപ്പൺ ഓഡിയൻസ്. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് അഞ്ജലി മേനൻ്റെ പല വർക്ക്സിലും ഇനാനിമേറ്റ് ആയിട്ടുള്ള ചില ഒബ്ജക്ട്സിനെ കാണിക്കും. അത് ബാംഗ്ലൂർ ഡേയ്സിൽ കുട്ടികൾ കളിക്കുന്ന ടോയ്സ് ആയിരിക്കാം, അതെ, ഉസ്താദ് ഹോട്ടലിൽ വാളിൽ വരയ്ക്കുന്ന ഒരു മ്യൂറൽ ആയിരിക്കാം, കൂടയിൽ ട്രെയിൻ ട്രാക്സ് ആയിരിക്കാം. അങ്ങനെ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ അവിടെ പ്ലേസ് ചെയ്തിട്ട് ആ കഥയുടെ ഒരു വഴിത്തിരിവായി മാറും ആ ഒരു സീൻ. അത് പേർപ്പസ്ഫുൾ ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഞാൻ അന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് അഞ്ജലി മേനൻ്റെ ഉത്തരം വളരെ സിമ്പിളായിരുന്നു. നമ്മളെല്ലാവരിലും കൊച്ചു കുട്ടികളുണ്ട്, ചിലവരത് സപ്രസ് ചെയ്യും, ചിലരത് സപ്രസ് ചെയ്യില്ല എന്നുള്ള വളരെ സിമ്പിൾ ആൻസർ ആയിരുന്നു. ആ ഒരു ട്രിഗറാണ് എനിക്ക് ഇവിടെ ഹെൽപ്ഫുൾ ആയത്. ഇവിടെ ഒരു കൊച്ചുകുട്ടീനെ കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തൊരു കഥാപാത്രമാക്കി വെച്ചിട്ട് ആ കഥാപാത്രത്തിലൂടെ ഇദ്ദേഹം ലോസ്റ്റ് ആണെന്ന് ഓഡിയൻസിലേക്ക് നമുക്ക് ആ മെസ്സേജ് നമുക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ഇമോഷണൽ സീനാക്കി മാറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് ആ കൊച്ചുകുട്ടിയുടെ കഥാപാത്രം ഇതിലേക്ക് വരാനും ആ സീൻ അങ്ങനെ എഴുതപ്പെടാനും
ആയി മാറിയത്. ഇതിലൊരു ആഡഡ് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ കഴിഞ്ഞിട്ട് കുറേ പേര് വന്ന് ചോദിച്ചു, സാക്ഷി എന്നൊരു ക്യാരക്ടർ ശരിക്കുമുണ്ടോ, അതോ അത് എൻ്റെ മനസ്സിൽ ആ നേരത്ത് ഓടിയൊരു സിറ്റുവേഷൻ ആണോ അത് പ്ലേ ആയത്. സോ ആ ഒരു ആംഗിളിലും ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. സാക്ഷി എന്നുള്ള ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞില്ല. സാക്ഷി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വി വർ ട്രൈങ് ടു കൺവേ ഹിസ് ഹെൽപ്ലെസ്നെസ്, ഹിസ് ലോസ്റ്റ് ഇത് ത്രൂ എന്നുള്ള ദ ക്യാരക്ടർ. ക്യാരക്ടർ. അതെ. ആൻഡ് സാക്ഷിയുടെ ഈ കഥാപാത്രം എഴുതിയപ്പോൾ അത് ആ പർട്ടിക്കുലർ ഉണ്ണി നേരത്തെ പറഞ്ഞ ആ പർട്ടിക്കുലർ ഐ തിങ്ക് മൈ മോം ഇസ് ലോസ്റ്റ് ഓർ മേ ബി ഐ എം ലോസ്റ്റ്, ഐ യു ലോസ്റ്റ് ടു, ആ ലൈൻ എഴുതിയപ്പോൾ മനസ്സിൽ ഓക്കെ ഇത് ഈ കുട്ടി അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു മോഡുലേഷനിൽ ഈ ഒരു ഇമോഷണൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും, ഇറ്റ് വിൽ ഹിറ്റ് ദ ബുൾസൈ എന്നുള്ളൊരു തോട്ട് ഇത് റൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഷീ എക്സീഡഡ് ദാറ്റ്. ഓൺ സ്ക്രീൻ ഷീ ഇതിൽ നമ്മൾ എഴുതി വെച്ചതിനേക്കാൾ കൂടുതൽ ഡെലിവർ ചെയ്തു. ആൻഡ് ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തും അവർ ആ സീൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ്. അതായത് തമിഴിൽ നായകൻ എന്ന് പറഞ്ഞ മൂവിയിലൊരു ഫേമസ് ഡയലോഗുണ്ട്, നീങ്ക നല്ലവരാ കെട്ടവരാണ്. ദിസ് വാസ് മൈ നീങ്കളാ കെട്ടവരാ മൂമെൻറ്റ്. ഓ ഓക്കെ. ബ്യൂട്ടിഫുൾ ഈ അനോളജി പിന്നെ ഇൻസ്പിറേഷനൊക്കെ. പക്ഷേ അതൊന്നും അല്ല, നമ്മൾ കാണുമ്പോൾ അവിടെ ജെനുവിനായിട്ട് ഒരു വ്യക്തി വന്ന് സംസാരിക്കുന്നതും പിന്നെ ഇതിലൊന്നും ക്ലീഷേ സിറ്റുവേഷൻസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരിക്കലും എന്താ പറയുക, ഈ ക്യാരക്ടറൊക്കെ ഒരു പ്രഡിക്റ്റബിലിറ്റി നമുക്ക് ആ സിനിമയിലെങ്ങും ഒരു പ്രഡിക്റ്റബിലിറ്റി ഇല്ല. അടുത്തത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതില്ല. അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സിറ്റിയിൽ നിന്നും ഈ പാർക്കിലേക്കുള്ള ജേർണി, അവർ എൻകൗണ്ടർ ചെയ്യുന്ന ആ ടീനേജ് ഗേൾസിൻ്റെ ഒരു ഡാൻസ്, നമ്മൾ അതിനെപ്പറ്റി ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ എങ്കിൽ കൂടി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫേസസ് ഓഫ് ലൈഫ് ഇങ്ങനെ അദ്ദേഹം കണ്ട് ഒബ്സർവ് ചെയ്ത് അതിനോടൊക്കെ പ്രതികരിച്ച് അഗെയിൻ ഒരു കുട്ടിയെ പോലെ അദ്ദേഹം പ്രതികരിച്ച് പോവുകയാണ്. എന്നിട്ട് ബട്ട് ദെൻ അഗെയിൻ ദർ ഇസ് സംതിങ് ഇൻ ഹിം ദാറ്റ് ഇസ് ടോമെൻറ്റിങ് ഹിം എന്നുള്ളൊരിതിലേക്ക് എത്തുന്നു. അത് കുട്ടിയിലൂടെ കൺവേ ആവുന്നു. പിന്നെ ബോബോ എൻറ്റേഴ്സ് ദ സീൻ. അവിടെ അടുത്തൊരു അപ്പോൾ ഇങ്ങനെ നമ്മളിത് എന്താ കണ്ടുപോകുന്നതിൽ ഒരിക്കലും നമ്മളൊരു നോർമൽ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഫേസസും ക്ലൈമാക്സും അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഗ്രാഫല്ല അവിടെ കണ്ടത്. അപ്പോൾ അഗൈൻ അതൊന്നും ഒരു എനിക്ക് തോന്നുന്നില്ല അതൊരു എന്താ പറയുക, ഐ ഡോണ്ട് നോ ഇഫ് യു അഡ്മിറ്റ് ടു സർട്ടൺ സ്പെസിഫിക് പീസ് ഓഫ് വർക്ക് ദാറ്റ് ഇൻസ്പയർഡ് യു ടു ഡു ലൈക്ക് ദാറ്റ്. അതൊരു ഒറിജിനൽ തോട്ടിൻ്റെ റിസൾട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഒറിജിനൽ തോട്ട് തുടങ്ങാനുള്ള ഇത് എവിടെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ട്രൂലി ഒരു എക്സ്പെരിമെൻ്റൽ ജേണി തന്നെയായിരുന്നു. പക്ഷേ ആ എക്സ്പെരിമെൻ്റൽ ജേണിക്ക് ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു നല്ല ഒരു ബാക്ക് ബോൺ ഉണ്ടായിരുന്നു, വിച്ച് ഫോംഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് അതിൽ നിന്ന് സീൻസ് ഫോമായി. അപ്പോൾ ആ ഇമോഷണൽ ജേണിക്ക് തന്നെയാണ് ഇവിടെ റെലവൻസ് ഉള്ളത്. രാജ സാറിൻ്റെ ഒരു പീസ് ഓഫ് മ്യൂസിക് ഇതിനകത്ത് വരുന്നുണ്ട് ഫോർ എവറിൽ. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മളെ പെട്ടെന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് മ്യൂസിക്, നമുക്കറിയാവുന്ന ഒരു തമിഴ് സിനിമയിലെ തന്നെ ഒരു ട്രാക്ക്, രാജ സാറിൻ്റെ ഒരു ട്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ആ കൊള്ളാലോ. അഗൈൻ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം നമ്മൾ കേൾക്കുകയാണ് വീണ്ടും ഒരു മലയാള സിനിമയിൽ ഇതുപോലെ ഒരു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ മാതിരി ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാനോ ഒക്കെ ആ മ്യൂസിക് യൂസ് ചെയ്തിരിക്കുന്ന പോലെ അതാ ഇവിടെ കേൾക്കുന്നു എന്നൊരു തോന്നലുണ്ടായി. അതിൽ പെട്ടെന്ന് ആ 3 കുട്ടികളുടെ ടീനേജേഴ്സിൻ്റെ ഡാൻസ് വരുന്നു. അതിൻ്റെ ഒരു ഡിസൈനിന് പിന്നിൽ എന്തായിരുന്നു ചിന്ത? ഇളയരാജ ഫാൻ ആയത് തന്നെയാണ് അതിൻ്റെ റീസൺ. ഓക്കെ. നമ്മൾ വി ആർ ഇൻ എ വെരി ഫോർച്ചുനേറ്റ് ഏജ് വെയർ വീവ് ബീൻ ഏബിൾ ടു എൻജോയ് രാജസാസ് മ്യൂസിക്. നല്ല മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ആളാവണമെന്നില്ല, അല്ലാതെ പോലും രാജാ സാറിൻ്റെ ഈണങ്ങൾക്ക് നമ്മളെല്ലാം താളം കൊട്ടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം വളരെയധികം മെമ്മറീസും നൊസ്റ്റാൾജിയും ഇവോക്ക് ചെയ്യാനുള്ള ഒരു പവർ മൂപ്പരുടെ മ്യൂസിക്കിനുണ്ട്. അത് ഈ പടത്തിൻ്റെ തീമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് ഈ മെമ്മറി ലോസ് അനുഭവിക്കുന്ന ഒരു കഥാപാത്രം, ഇഫ് ഹി ക്യാൻ റിക്കലക്ട് ഹിസ് മെമ്മറീസ് ഫ്രം മ്യൂസിക് ദാറ്റ് ഹി ഹിയേഴ്സ്, മ്യൂസിക് ദാറ്റ് ഹി ഈസ് ഫെമിലിയർ വിത്ത്, അങ്ങനെയാണെങ്കിൽ ഹൗ വുഡ് ഹി റിയാക്ട്? പുള്ളി ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണെങ്കിലും
മെമ്മറി ഇഷ്യൂസ് ഉള്ളപ്പോഴും പുള്ളിയുടെ മെമ്മറീസ് റീകളക്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ആ മ്യൂസിക്കിൻ്റെ പ്ലേസ്മെൻ്റ് അവിടെ വന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആയിരുന്നെങ്കിലോ എന്നുള്ളൊരു ബാക്ക് സ്റ്റോറി അതും നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് അവിടെ വന്നു. ആക്ച്വലി അത് ഇൻട്രസ്റ്റിംഗ്ലി അവിടെ വന്നു. അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അതെ, അങ്ങനെയാണ് ആ കണക്ഷൻ വരുന്നത്. അങ്ങനെയാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ പ്ലേസ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് രാജസാറിൻ്റെ മ്യൂസിക്കാണ്. ആൻഡ് ആ പർട്ടിക്കുലർ ട്രാക്ക് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അതുകൊണ്ടാണ് അത് അവിടെ യൂസ് ചെയ്തത്. പക്ഷേ അത് യൂസ് ചെയ്യുന്നത് വെറുതെ യൂസ് ചെയ്യാതെ അത് കഥയുടെ ഭാഗമായി യൂസ് ചെയ്യുക. വേർ നമുക്ക് നമ്മുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മെമ്മറീസ്, ഹാപ്പി മെമ്മറീസ് റിക്കലക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ആ മ്യൂസിക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു തോട്ട് ആണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. എന്നാൽ ആ മ്യൂസിക് എങ്ങനെ അവിടെ കാണിക്കും? നമ്മളൊരു വളരെ ക്ലീഷയായിട്ടൊരു സോങ് ആൻഡ് ഡാൻസ് കാണിക്കാൻ നമ്മുടെ ടീം നമുക്ക് അലൗ ചെയ്യില്ല. അപ്പോൾ എങ്ങനെ? ഇദ്ദേഹം നടന്നു പോകുമ്പോൾ അവിടെ ഒരു കഫേയിൽ പാട്ട് പ്ലേ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ അപ്പുറത്തെ കാറിൽ ഈ മ്യൂസിക് പ്ലേ ചെയ്യുന്നതാകാം. ഇതെല്ലാം വയബിൾ ഓപ്ഷൻസ് ആയിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് മോഡേൺ ഏജ് കുട്ടികളുടെ ഒരു തോട്ട് വന്നത്. ഒരു മ്യൂസിക് റീസൈക്കിൾ ചെയ്ത് ദേ ആർ യൂസിങ് ഇറ്റ് ഫോർ റീൽസ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ആപ്റ്റ് ദാറ്റ് സംബഡി വുഡ് യൂസ് രാജാ സാർസ് ഇൻസ്പിറേഷൻ ഫോർ ദെയർ റീൽസ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ആ ഒരു മ്യൂസിക്കിന് ഡാൻസ് ചെയ്യുന്ന ഒരു റീല് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് ഈ കഥാപാത്രം കേട്ടിട്ട് ഇഫ് യു ക്യാൻ റിലേറ്റ് ബാക്ക് ടു ഹിസ് മെമ്മറീസ്, അങ്ങനെയാണ് ആ ത്രെഡ് അവിടെ ജോയിൻ ചെയ്തത്. അതെനിക്കൊരു പിടിവള്ളിയായി എന്നുള്ളതാണ്. കം ടു എ പോയിന്റ് വേർ ഇവിടുന്ന് ഇങ്ങോട്ട് എന്നുള്ളൊരു പോയിന്റ് നിൽക്കുമ്പോഴാണ് ആ പാട്ട് വരുന്നത്. പടത്തിനോടുനീളം നോക്കിയാലും ഒരു ലോസ്റ്റ് സ്റ്റേജ് വരും, അവിടെ നിന്ന് ഒരു ചെറിയൊരു സ്ട്രാൻഡ് ഓഫ് ഹോപ്പ് കിട്ടും, അതിൽ പിടിച്ചാണ് ബാക്കി പോകുന്നത്. പിന്നെയും ഒരിടത്ത് ഒന്ന് ലോസ്റ്റ് ആവും, പിന്നെ അവിടെ നിന്നൊരു സ്ട്രാൻഡ് കിട്ടുന്നതിലാണ് പിടിച്ച്. മെമ്മറി ലോസ് ഉള്ള ഒരു പേഴ്സൻ്റെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണിത്. ഇത് തന്നെ ഗ്രൗണ്ട് ഹോക്സ് ഡേ പോലെ എത്ര ദിവസമായെന്ന് ആർക്കും അറിയാം. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം. അതെ, ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പറഞ്ഞ മാതിരി അതെ, ആ സംഗീതം എന്ന് പറയുന്നതിലേക്ക്, ആ ഓർമ്മയിലേക്ക് അയാൾ ഓടിപ്പോവാണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് കിട്ടുന്നു അവിടെ നിന്നും. അതെ, അത് നല്ലൊരു ടേക്കാണത്. ഞാൻ ഇത് തന്നെ ആയിരിക്കാം അയാളുടെ ഓരോ ദിവസവും എന്നുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ, അത് ഒരുപക്ഷെ അതായിരിക്കും എൻ്റെ ഉള്ളിൽ പേരിടാതെ കിടക്കുന്ന ഒരു ചിന്തയാണത്. ഇപ്പോൾ അത് പറയുമ്പോഴാണത് എൻ്റെ മനസ്സിൽ ആ ചിന്ത കംപ്ലീറ്റ് ആവുന്നത്. കാരണം സംതിങ് ഈസ് ഹോണ്ടിങ് ഇൻസൈഡ് മീ. കാരണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ തന്നെ ഇപ്പം നമ്മളൊക്കെ ഇപ്പം ആർക്കും വരാവുന്ന ഒരവസ്ഥയാണ്, പ്രത്യേകിച്ച് പ്രായം മുന്നോട്ട് പോകുന്നതോറൊക്കെ എത്താവുന്ന ഒരവസ്ഥയാണ്. ഒരുപക്ഷെ അതായിരിക്കാം. സോ യെസ്, പേഴ്സണലി ഒരുപാട് ടച്ച് ചെയ്തൊരു വർക്ക് തന്നെയാണ്. അതുപോലെ ചോദിക്കാനുള്ളത്, അഗൈൻ ഫിലിപ്പ് ഇത്രയും ഇൻറ്റൻസായിട്ട് ഈ ക്യാരക്ടറിനെ അവതരിപ്പിച്ചതിന് പിന്നിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹോംവർക്കുകളെ പറ്റി പറഞ്ഞു. സോ ഹൗ ഡു ദിസ് റിഫ്ലക്റ്റ് ഓൺ സപ്പോർട്ട് that you got probably from the family and all? അത് എങ്ങനെ ഉണ്ടായിരുന്നു as you were preparing? Very, very interestingly, Thelma was more involved behind the scenes ആണെങ്കിലും വസന്തിൻ്റെ ഇതാണ്, he expects a certain degree of input. ഇന്ന കളിതമാശ കളിച്ച് നടക്കാൻ പറ്റില്ല, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് തേമയാണ് പുഷ് ചെയ്തത് പല കാര്യങ്ങളിലും. ഫോർ എക്സാമ്പിൾ വീക്കെൻഡിൽ പിള്ളേരുടെ കാര്യം നോക്കുകയും ഡാൻസ് നോക്കുകയും ഇതൊക്കെ വരും. പക്ഷേ ഒരു താളത്തിൽ ജോഗ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു ഇതുവരെ. പക്ഷേ ഷോട്ടിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ താളത്തിലൊരു പ്രശ്നം വന്നു. അപ്പോൾ തമ പറയും ഈ സാറ്റർഡേ ഇത് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഇല്ലടി ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം തേമ അതെങ്ങനെ ജഗിൾ ചെയ്തു എന്നൊന്നും എനിക്കറിയത്തില്ല. ദ ഫാക്ട് ഈസ് എനിക്കൊരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല, എനിക്കൊരു മെസ്സേജ് പോലും വന്നിട്ടില്ല. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോൾ എന്നല്ലാണ്ട് എന്നെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി എന്നെ ഡിസ്റ്റർബേ ചെയ്തിട്ടില്ല.
തിരിച്ചു വരുന്ന തന്നെ ടയേർഡാണോ എന്ന് ചോദിക്കും. ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട്. പിന്നെ എല്ലാവരെയും പോലെ ഒരു കൗതുകം. അപ്പോൾ എനിക്കൊരളവ് വിട്ട് പറയാനും പറ്റത്തില്ല ഫാമിലിയോട്. കാരണം ആ ക്യാരക്ടറിൻ്റെ മാജിക് കളയണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ ഇന്ന ഷോട്ട് കിടന്ന് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെയും തമ്മ തുടങ്ങും. എന്ത് തമാശ കളിക്കില്ലേ, വസന്തിൻ്റെ ഇതാണ്, മര്യാദയ്ക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ. ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളത് ധർമ്മ ഹെർസൽ ബീങ് എൻ ആർട്ടിസ്റ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഡയറക്ട്ലി. അതായത് ഫിലിപ്പിനെ വെരി മച്ച് എനിക്ക് വിട്ടു തരികയാണ് ഫോർ ദ ടൈംസ് ദാറ്റ് വി ആർ ഷൂട്ടിങ്. അതിനുള്ള അവിടെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഒരു പുഷ് നടക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ബട്ട് ഫിലിപ്പിനെ ഞങ്ങളുടെ ഷെഡ്യൂളിനൊത്ത് ഞങ്ങൾ പതുക്കെ ഇത് ഓരോ ദിവസം ഷൂട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എന്നാണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അന്നത്തേക്ക് ഫിലിപ്പിനെ എനിക്ക് അവൈലബിൾ ആക്കി തരിക എന്നുള്ള കാര്യം, ദാറ്റ് വാസ് എ ബിഗ് ക്രെഡിറ്റ് ടു ധർമ്മ. അത് അവൈലബിൾ ആണ്. വിത്തൗട്ട് ഡൗട്ട്. ഫിലിപ്പിന് അത് ചെയ്യാൻ ഫുൾ ടൈം ഉണ്ട് അവിടെ. കാരണം ടൈം ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ഹിയർ നമ്മളൊരു സീൻ ഒരു 2 മണിക്കൂറിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ടേക്ക് ദ ഹോൾ ഡേ. പക്ഷെ അവിടെ എനിക്ക് ഫിലിപ്പിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ഫിലിപ്പെ ഐ നീഡ് മോർ ഓഫ് യുവർ ടൈം, നിങ്ങൾക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടോ, അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഞാൻ പറയും ഫിലിപ്പെ ഇത് എക്സ്റ്റെൻഡ് ആയി പോകുമെന്ന് തോന്നുന്നു, വി ജസ്റ്റ് ഡൂയിങ് ഇറ്റ്. ഫിലിപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒബ്ജക്ഷൻ ഇല്ല, കാരണം ധർമ്മയുടെ ഭാഗത്തു നിന്ന് ഒബ്ജക്ഷൻ ഇല്ല. സോ ദാറ്റ് ഹാസ് ഹെൽപ്ഡ് അസ് ഡെലിവർ വാട്ട് വി ഡിഡ്. ബ്യൂട്ടിഫുൾ. ഇനി ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റിൽ ഈ പറഞ്ഞ മാതിരി ഒത്തിരി നല്ല വർക്ക് അവിടെ കണ്ടു. അതിൻ്റെ ബ്യൂട്ടിഫുള്ളി എഡിറ്റഡ്, ഗ്രേഡഡ് ആൻഡ് പ്രസൻറ്റേഷൻ വരുമ്പോൾ മെൽബണിൽ തന്നെയുള്ള മലയാളികൾ, പിന്നെ ഇവിടെയുള്ള നിങ്ങളുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സ്, പിന്നെ അല്ലാതെ ഫ്ലോട്ട് ചെയ്യപ്പെട്ട ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്നവരൊക്കെ ബാക്ക്ലോട്ട് സ്റ്റുഡിയോസിലുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നീട് 2 സ്ക്രീനിങ്സ് കൂടെ, അങ്ങനെ മുഴുവൻ 3 സ്ക്രീനിങ് സിനിമയ്ക്ക് വേണ്ടി വെച്ചിരുന്നു. 4 സ്ക്രീനിങ് മൊത്തത്തിൽ സിനിമയ്ക്ക് വേണ്ടി നടന്നിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ ഉണ്ടായ കോൺഫിഡൻസ്, പിന്നെ ഇതിലേക്ക് പിന്നിൽ നടന്ന നിങ്ങളുടെ പ്രോസസ്സ് എന്തായിരുന്നു? ഇനീഷ്യലി നമ്മളിത് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ ഇതിന് റഫ്ലി ഒരു 15 മിനിറ്റ്സ് ഡ്യൂറേഷൻ ആയിരിക്കും വരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെൻ്റൽ കാൽക്കുലേഷൻ. അത് ഗ്രോസ്ലി മിസ്കാൽക്കുലേറ്റഡ് ആയിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്ത് വന്ന് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത് ഏകദേശം ഒരു 26 മിനിറ്റ് എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി. അത് പിന്നെ ഫർദർ എഡിറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോൾ 23 മിനിറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പോൾ ഏകദേശം എഡിറ്റ് ചെയ്ത് തീരാറായപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് റെഗുലറായിട്ട് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതിന് പകരം ഇപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് അവരുടെ എഫേർട്ട് നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ത്രൂ എ പ്രീമിയർ. അങ്ങനെ അതിനെക്കുറിച്ച് അതിൻ്റെ വയബിലിറ്റി ഒന്ന് അന്വേഷിച്ചു. വയബിലിറ്റി മോർ ഇൻ ടേംസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ആൻഡ് ദി അവൈലബിലിറ്റി ഓഫ് ദ വെന്യൂ. അങ്ങനെ അന്വേഷിച്ചു. വെന്യൂ അവൈലബിൾ ആയിരുന്നു. ഒരു വളരെ കോസി ആയിട്ടുള്ള ഒരു വെന്യൂ അവൈലബിൾ ആയിരുന്നു. അത് ബുക്ക് ചെയ്തു. കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ അറിയിപ്പിച്ചു. അവരുടെ ഡേറ്റ്സ് എല്ലാം ബ്ലോക്ക് ചെയ്ത് അവൈലബിലിറ്റി എൻഷുർ ചെയ്ത്. കാരണം മെയിൻലി കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അവൈലബിലിറ്റി വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ അവൈലബിലിറ്റി റെഡിയായി. ആൻഡ് ബീങ് എ വെരി സ്മോൾ വെന്യൂ, അധികം പേരൊന്നും നമുക്ക് ആ കാസ്റ്റ് ആൻഡ് ക്രൂവിന് പുറത്ത് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഡേ വൺ ഇനി ഫസ്റ്റ് പ്രീമിയറിന് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധമുണ്ടായിരുന്നു. അപ്പോൾ ഐ ടുക്ക് ദ ഡിസിഷൻ ദാറ്റ് ഓക്കെ, എന്നെയും ഫിലിപ്പിനെയും അറിയുന്ന കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ്, 20 വർഷത്തിൽ കൂടുതൽ അറിയുന്ന കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനെ ഇനീഷ്യലായിട്ട് ആ പ്രീമിയറിനെ ഇൻവൈറ്റ് ചെയ്യാം. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് സർക്കിൾ ഓഫ് കോൺടാക്ട്സ് ദാറ്റ് ഐ വിൽ ഇൻവൈറ്റ്. ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അതിന് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള ക്ലോസ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. അവരിൽ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളത്. അതിലുള്ള ഒരു കൗതുകം എന്ന് വെച്ചാൽ ഉണ്ണി നേരത്തെ പറഞ്ഞ മാതിരി
ഫിലിപ്പാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. അത് ഞാനുൾപ്പെടെ ആർക്കും അറിയില്ലായിരുന്നല്ലേ? നിങ്ങളുടെ ഫാമിലീസിന് അല്ലാതെ ഫാമിലീസ് ആൻഡ് കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് എന്നുള്ളതല്ലാതെ അതിന് പുറത്തുള്ളൊരു സർക്കിളിൽ ആർക്കും അറിയില്ലായിരുന്നു ഫിലിപ്പാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്നുള്ളത്. ഫിലിപ്പിൻ്റെ കാര്യം മാത്രമല്ല, ബാക്കി കാസ്റ്റ് മെമ്പേഴ്സ് ആരായിരുന്നു അവർ ആർക്കും ഔട്ട്സൈഡ് ഓഫ് ദ മെയിൻ ക്രൂ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇൻവിറ്റേഷൻസ് അയച്ചു, ക്ലോസ് ഫ്രണ്ട്സ് ഇൻവിറ്റേഷൻസ് ആക്സെപ്റ്റ് ചെയ്തു, അവർ വന്നു. അപ്പോൾ നമ്മൾ പ്രീമിയർ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് അവിടെ ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്രത്തോളം ഫിലിപ്പാണ് ഇതിലത്തെ ലീഡ് എന്നുള്ളത് നമുക്ക് പ്രൊലോങ് ചെയ്ത് വെക്കാൻ പറ്റുമോ, ആ സീക്രറ്റ് എത്രത്തോളം നമുക്കിത് പ്രൊലോങ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. പക്ഷേ എനിക്ക് ഇത് ആ പ്രീമിയറിന് മുമ്പ് ഇത് പൊളിയും എന്ന് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫിലിപ്പിൻ്റെ കുട്ടികൾ അവിടെ വരുന്നുണ്ട്, ദേ വിൽ ബി എക്സൈറ്റഡ്. അപ്പം അഭിനയിച്ച പടമാണെന്ന് അവർക്ക് 10 പേരോട് പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഇഫ് ദേ ഡു സോ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അപ്പോൾ അവിടെ അത് പൊളിയുമെന്ന് ഞാൻ വിചാരിച്ചാണ്. ബട്ട് ദേ വെയർ എക്സലൻറ്റ്. അവർ ദേ മെയിൻറ്റെയിൻ ദെയർ ഓൺ മാജിക്. ആൻഡ് ഈവൻ ഓൺ സ്ക്രീൻ ഫിലിപ്പിനെ കാണിക്കുമ്പോൾ പോലും പല ഫ്രണ്ട്സിനും മനസ്സിലായില്ല ഫിലിപ്പാണ്. കാരണം നമ്മൾ ഇനീഷ്യൽ ഷോട്ട് ഫിലിപ്പിൻ്റെ ബാക്കിൽ നിന്നുള്ള ഷോട്ട് ആയത് കാരണം നമ്മൾ ഇത്ര ക്ലോസ് ആയിട്ട് അറിയുന്നവർ പോലും റെക്കഗ്നൈസ് ചെയ്തില്ല ഇത് ഫിലിപ്പാണുള്ളത്. അത് VFXൻ്റെയോ ഒന്നിൻ്റെയോ ബലത്തിലല്ല. ഇറ്റ് വാസ് പ്യുവർലി ബിക്കോസ് ദെർ വാസ് നോ എക്സ്പെക്ടേഷൻ ദറ്റ് ഫിലിപ്പ് വാസ് ഡോണിങ് ദ ക്യാരക്ടർ. അങ്ങനെ സോ ആ ഒരു ഇനീഷ്യൽ സർപ്രൈസ് വാസ് വെരി ഗുഡ് ഫോർ ഓൾ ഓഫ് ദം. പക്ഷെ അതിലുമുപരി ഫിലിപ്പേ നീയാണോ ഇത് ചെയ്തത് എന്നുള്ള ചോദ്യം ഇത് കണ്ട് കഴിഞ്ഞിട്ട് പലവരുടെയും അടുത്ത് നിന്ന് വന്നത്, ഐ തിങ്ക് ദാറ്റ് in itself was a big certificate of the quality of work he's done. അത് till the end Vasant was able to sustain the fact ഇതിൽ ആരാ ആക്ട് ചെയ്തത് എന്ന് പറയാൻ. കാരണം എന്നെ ക്വയറ്റായിട്ട് ഞാനവിടെ സാധാരണക്കാർ വന്ന പോലെ ഒരു ഇൻവൈറ്റ് ചെയ്ത പോലെ വന്നു, സംസാരിച്ചിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ശരത്ത് വരുന്നു, ഫിലിപ്പിൻ്റെ സീറ്റ് ബാക്കിലാണ്, അവിടെ ക്യാരക്ടറിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഐ അണ്ടർസ്റ്റുഡ് മൈ റോൾ. ഞാൻ കറക്റ്റ് ആ സമയത്ത് അവിടെ കയറുന്നു. അപ്പോൾ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല, അവരെല്ലാവരും ഓക്കെ സിനിമ കാണണം എന്നുള്ള ഇതിൽ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് കയറുകയാണ്. ടുവേർഡ്സ് ദി എൻഡ് വസന്ത് ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോഴാണ് ഞാൻ നടന്നു വരുന്നത് ഇൻ ഫുൾ കോസ്റ്റ്യൂം. there was a wow factor there. There was a magic. അടാ എവനോ എന്നുള്ള ഒരു ഇത് വന്നായിരുന്നു അതിൽ. സോ he was able to sustain till the end. Of course you guys did that. അവിടെ ആഡ് ചെയ്തൊരു ഫാക്ടർ വാസ്, അതായത് എല്ലാവരെയും ഒരുപക്ഷെ ഇമോഷണലി പടമെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് ഫിലിപ്പിനെ ആക്ച്വലി കാണുമ്പോൾ ഫർദർ ഇമോഷണലി എൻഗേജ് ചെയ്തൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പ് വാസ് ഇൻ കോസ്റ്റ്യൂം ഓഫ് ദ ക്യാരക്ടർ. യെസ്. അപ്പോൾ അങ്ങനെയും കൂടെ കാണുമ്പോൾ അത്രയും നേരം ഒരു 20 മിനിറ്റ് മുമ്പ് വരെ കണ്ട ഫിലിപ്പിനെ അല്ല അവരിപ്പോൾ കാണുന്നത്. അത് ഇവരുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസിനെ വളരെയധികം എൻഹാൻസ് ചെയ്തു എന്നുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. സത്യമാണ്. പ്രത്യേകിച്ച് ഫിലിപ്പിനെ അറിയുന്ന ഇപ്പോൾ അവിടെ വരുമ്പോൾ ഞാനും കാണുകയാണ്. ഫിലിപ്പ് നമ്മളെല്ലാം കളിയുന്ന ഭാഷയൊക്കെ പറഞ്ഞ് നടക്കുന്നു, നമ്മളൊക്കെ ഫോട്ടോസ് എടുക്കുന്നു, നമ്മളതിന് മുന്നേ സ്ക്രീനിങ്ങിന് മുന്നേ കയറാൻ പോകുന്നു. വസന്തിൻ്റെ പടം ഏതാണ് കഥയെപ്പറ്റി എന്തെങ്കിലും അറിയാമോ, ആർക്കെങ്കിലും അറിയാമോ, ആരാണ് നായകൻ, ആരാണ് നായിക എന്നൊക്കെ ഓരോരുത്തരോടും നമ്മൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളാണോ അല്ല, ആണോ അല്ലോ എനിക്കറിയില്ല, എന്താണുള്ളത്, ഓൾ ദോസ് തിങ്സ്. ഒരിക്കലും ആരും ഫിലിപ്പിനോട് ചോദിക്കുന്നില്ല, എന്നോടാരും ഒന്നും ചോദിച്ചിട്ടില്ല. ഐ റിമെമ്പർ സീയിങ്, നമ്മളൊക്കെ സംസാരിക്കുക. പക്ഷേ ദാറ്റ് വാസ് അത് ഭയങ്കര ഇതാണ്. സീ ഹോളിവുഡിൽ നോളൻ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഓക്കെ, സത്യം അല്ലേ? പക്ഷേ നിങ്ങളുടെ സ്വന്തം സ്കെയിലിലാണെങ്കിൽ പോലും സ്വന്തം സർക്കിളിൽ ഇവിടെ ഇതിങ്ങനെ ചെയ്ത് കാണുക എന്ന് പറയുന്നത് ഒരു രസമുള്ളൊരു കാര്യമാണ്. അത് ലൈക്ക് യു ഹാവ് സക്സീഡഡ് ഇൻ ഡൂയിങ് ദാറ്റ്. ഈ പടത്തിൻ്റെ ഒരു റീച്ച് എല്ലാം കഴിഞ്ഞ അവസാനം ക്രൗഡിനെ അഡ്രസ്സ് ചെയ്തപ്പോൾ ഒരു നമ്മുടെ വസന്തിനും എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് വന്നു പറഞ്ഞു, തോളത്ത് തട്ടിച്ച് പറഞ്ഞു, മൈ ഫാദർ ഈസ് ഗോൺ ത്രൂ ഓൾ ദിസ്, നീ എന്നെ കരയിപ്പിച്ചു.
എന്ന് പറഞ്ഞിട്ട് ഓക്കെ. ഹി ലെഫ്റ്റ്. വേറെ ഒന്നും മിണ്ടിയിട്ടില്ല. അതിനുശേഷം പുള്ളിയെ കണ്ടിട്ടുമില്ല ഞാൻ. അതൊക്കെ രീതിയിൽ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്. ഇത് ഏതെല്ലാം ആംഗിളിൽ ഏതൊക്കെ രീതിയിൽ പലരെയും പല രീതിയിലാണ് ഈ പടം ടച്ച് ചെയ്തേക്കുന്നത്. ഓഫ് കോഴ്സ്. പെർഫോമൻസിൽ മേക്കിങ്ങിലൊക്കെ ആത്മാർത്ഥത പ്രകടമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനത് അന്ന് കണ്ടു, പിന്നെയും ഞാൻ കണ്ടിരുന്നു. ഇന്നലെ രാത്രി ഞാനത് കാണുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്. എത്രത്തോളം ഹോംവർക്ക് അല്ലെങ്കിൽ എഫർട്ട്, ഇൻ്റലിജൻസ് അതിൻ്റെ മേക്കിങ്ങിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് പ്രകടമാണ്. അത് കാണുന്നവരുടെ അനുഭവമായിട്ട് തന്നെ അവരോടൊപ്പം അതിന് അത്രയും ഇമേഴ്സീവായിട്ട്, ഇന്ന് രാവിലെ ഞാൻ വസനോട് സംസാരിച്ച അതാണ്, വേറൊരു ഫിലിമിനെ പറ്റി ഞാൻ പറയുകയുണ്ടായി. അപ്പം ഇമേഴ്സീവായിട്ടൊരു ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് ഇൻ ടു ദ ടൈം ലൈൻ ഓഫ് ദി ക്യാരക്ടർ ഓഫ് ദി പ്രോട്ടഗണിസ്റ്റ്, അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്നും അറിയാതെ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അത്രയും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രകടമാണ്. ലൈക്ക് ഫ്രം ദി സ്ക്രിപ്റ്റ് റിവിഷൻസ് ടു ദി ക്യാരക്ടർ ഹോംവർക്ക് ആൻഡ് എവറിത്തിങ് ദാറ്റ് യു ഹവ് ഡൺ. ഹൗ അബൌട്ട് ദി ഓഡിയൻസ് ഫീഡ്ബാക്ക്? ഒരു ഫീഡ്ബാക്ക് ഞാൻ കേട്ടു. അതുപോലെ ഓഡിയൻസ് ഫീഡ്ബാക്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടോ? കുറച്ചധികം ഉണ്ട്, പക്ഷേ അതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ, സ്ക്രിപ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിൽ എനിക്ക് തന്നെ സെറ്റ് ചെയ്തിരുന്ന ചില ബെഞ്ച് മാർക്സ് എന്ന് ഒരു പക്ഷെ പറയാം. അതായത് ഇന്ന സീൻ കണ്ടിട്ട് ഇന്ന ഒരു കമൻറ്റ് ആരെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നത് അച്ചീവ് ചെയ്തു എന്നുള്ളത് എനിക്ക് എന്നോട് തന്നെ പറയാം. അതേമാതിരി ഒരു 3-4 സീൻസിൻ്റെയും 3-4 ഇമോഷൻസ് വരുന്നതും അത് ഇന്ന രീതിയിലാണ് ഒരാളെ അത് ടച്ച് ചെയ്തത് എന്നുള്ള ഫീഡ്ബാക്ക് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ യെസ് ഐ ഹവ് അച്ചീവ്ഡ് ദാറ്റ് എന്ന് എന്നോട് തന്നെ എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനല്ല, എന്നെ തന്നെ ബോധിപ്പിക്കാമല്ലോ. അങ്ങനത്തെ 2 ഇൻസ്റ്റൻസസ് ഉണ്ടായി. അതായത് ഇതിൽ ഏറ്റവും നമ്മളെ ഇമോഷണലായിട്ട് ഹിറ്റ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് ഉണ്ട്. അതൊന്ന് നേരത്തെ പറഞ്ഞ എൻ്റെ നിങ്ങൾ നല്ലവരാ കെട്ടവരാ മൊമെൻറ്റ്, ആ ഡയലോഗും, അത് കഴിഞ്ഞിട്ട് ബോബോ ഫിലിപ്പിനെ ആയിട്ട് റീയൂണൈറ്റ് ചെയ്യുന്ന ഈ 2 സീക്വൻസസ് ഒരു സർട്ടൻ രീതിയിൽ ഒരാളെ ഹിറ്റ് ചെയ്യുക, ഇമോഷണലി ഹിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്ട്. ഇഫ് ഇറ്റ് അച്ചീവ്സ് ദാറ്റ്, ഈ ഹോൾ ഇത് എനിക്ക് വർക്കായി, ഐ മീൻ ഓഡിയൻസിന് ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ ഞാൻ സക്സസ്ഫുൾ ആയി എന്നുള്ള സെൽഫ് സർട്ടിഫിക്കേഷൻ, അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഇമോഷൻ ആ സീനിൽ അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഗ്രേറ്റ്. അപ്പോൾ അത് വേറെ ആളെ ബോധിപ്പിക്കാനല്ല, എനിക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ കമൻസ് മതി. ബ്യൂട്ടിഫുൾ. ആസ് എൻ ആർട്ടിസ്റ്റ് ഇതിൻ്റെ ഫൈനൽ എഡിറ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് വസന്ത് ബോധപൂർവം ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അതെ. അപ്പോൾ അതിലും ഒരു മാജിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണുന്നത് ബിഗ് സ്ക്രീനിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് വാസ് എൻ്റെ മനസ്സിൽ കൂടെ ദിസ് ഡേ 2 ഇന്ന ഷോട്ട് എന്നല്ലാണ്ട് എനിക്കൊരു സ്റ്റിച്ച്ഡ് വേർഷൻ അല്ലാണ്ട് എനിക്ക് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടിയില്ല. സെക്കൻഡ് സ്ക്രീനിങ്ങിന് ഇറ്റ് ഓൾ ഫെൽ ഇൻ ടു പ്ലേസ്. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായത്. കാരണം അതുവരെ എനിക്ക് കാണുന്നതെല്ലാം ഞാനിത് ഇന്ന ദിവസം ചെയ്ത ഇന്ന ഷോട്ടാണ്, ഇന്ന ദിവസം ചെയ്ത എക്സാക്ട്ലി, അത് ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു മാജിക്ക് അപ്പോഴാണിത്. അപ്പോൾ 4 പ്രാവശ്യം ഞാനിത് കണ്ടു, 4 പ്രാവശ്യം ഞാൻ തന്നെ കരഞ്ഞു. And then as an actor, it was interesting to see ഇവിടൊക്കെ ഒരു ചെറിയ ചിരി വരും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചിരി വരും. ഇവിടൊക്കെ ഒരു കരച്ചിലും അല്ലെങ്കിൽ ഒരു ഏങ്ങൽ വരും എന്ന് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തേക്ക് അയക്കുന്ന ആൾക്കാർ ഒരു ഏങ്ങലുണ്ട്, ഒരു കരച്ചിലുണ്ട്, ഒരു ഇത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം കറക്റ്റ് സ്ഥാനത്ത് കൊണ്ടുപോകുന്ന മനസ്സിലാകുന്നതിൻ്റെ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. I understand why bigger actors they go in for the first shot with their crowd to understand what the pulse is. ആ പൾസ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാകാൻ പറ്റിയത്. ബ്യൂട്ടിഫുൾ.
അല്ല, ദ പവർ ഓഫ് സിനിമ എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഡിസ്കവറീസിലൂടെ സ്വന്തം ഇതിലൂടെ അനുഭവത്തിലൂടെ അത് കൊണ്ടുവന്ന് സ്വന്തം എഫേർട്ടിലൂടെ അത് കൊണ്ടുവന്നത്. അതിന് കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേരോടും പറയുന്നു. താങ്ക് യു. അതുപോലെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച കാസ്റ്റുണ്ട്, ക്രൂ ഉണ്ട്. എൻ്റെ ക്രൂവിൽ ഇപ്പോൾ വസത്തിൻ്റെ തന്നെ സ്വന്തം ധർമ്മപത്നി ശ്രീദേവിയുണ്ട്, സഹോദരൻ ശരത്തുണ്ട്. പിന്നെ ധർമ്മ ഹാസ് പ്ലേഡ് എ ബിഗ് പാർട്ട് ബിഹൈൻഡ് ദ സീൻസ് ഇൻ മോട്ടിവേറ്റിംഗ് യു ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഇവോക്കിംഗ് ദ റൈറ്റ് കൈൻഡ് ഓഫ് എ മൈൻഡ് സെറ്റ് ആൻഡ് ഓൾസോ സപ്പോർട്ടിങ് യു ഇൻ മെനി വേയ്സ്. അതുപോലെ സിയയുടെ കൊറിയോഗ്രഫി വന്നിരിക്കുന്നു, അവിടെ ആ കുട്ടികളുടെ ഡാൻസിൽ വന്നിരിക്കുന്നു. പിന്നെ സാക്ഷിയുടെ മനോഹരമായിട്ടുള്ള ആക്ടിങ് വന്നിരിക്കുന്നു. അതുപോലെ എടുത്തു പറയാൻ മറ്റ് കാസ്റ്റ് മെമ്പേഴ്സ്, ക്രൂ മെമ്പേഴ്സിനെ പറ്റി ആരെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും നന്നായിട്ടുണ്ട്, അതാദ്യം പറയണം. കാരണം ഇവരാരും ഒരു എക്സ്പെക്റ്റേഷനോടുകൂടി വന്ന് ചെയ്തതല്ല. ഞാൻ വിളിച്ചു, ദേ വെർ അവൈലബിൾ, ദേ വെർ വില്ലിങ്, ദേ ഡിഡ് ഇറ്റ്. അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത മാജിക്കാണ്. ഒരു എക്സാമ്പിൾ പറയാൻ, ഇതിൽ വേറൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ബ്ലെസ്സി എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഈ കഥയുടെ ലെങ്ത്തിലോ ഇതിൻ്റെ ഓവറോൾ തീമിലോ വെച്ച് നോക്കുകയാണെങ്കിൽ റെലവൻസ് അധികം ഇല്ലാത്തൊരു റോളാണ്. ഷീ പ്ലേസ് എ വെയ്ട്രസിൻ്റെ ഇതായിട്ടുള്ള ആക്ടിവിറ്റീസ് കുറച്ച് നമ്മൾ സീൻസിൽ ഷൂട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ബ്ലെസ്സിയുടെ റോള്. സോ ഇൻ ടേംസ് ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഷീ ഡോണ്ട് ഹാവ് എനി ഹെസിറ്റേഷൻ ടു കം ആൻഡ് ഡൂ ദ റോൾ. ബ്ലെസ്സി മെൽബണിൻ്റെ വെസ്റ്റേൺ സബർബ്സിലാണ് താമസിക്കുന്നത്. നമ്മൾ ഇത് ഷൂട്ട് ചെയ്യണത് എക്സ്ട്രീം ഈസ്റ്റ് ആയിട്ടുള്ള ഒലിൻഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. ഞാനും ഫിലിപ്പും ശ്രീദേവിയും ഈ വെന്യൂവിൽ എത്തുന്നതിന് മുമ്പേ ബ്ലെസ്സി വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കഴിഞ്ഞു. സോ ദാറ്റ് വാസ് ഹർ കമ്മിറ്റ്മെൻറ്റ്. ആൻഡ് പല ഷോട്ട്സും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നു, അവർ ചെയ്യുന്നു. അല്ലാണ്ട് ഡീപ്പ് റിഹേഴ്സൽസിലോ ഒന്നിലും തന്നെ നമ്മൾ പോയിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല. ഒരു ഫസ്റ്റ് ടൈമർ വന്ന് കുറച്ച് സീൻസ് വെറുതെ ചെയ്തിട്ട് പോയി എന്നുള്ള ഒരു ഫീലിംഗ് ഓഡിയൻസിലേക്ക് എത്തുന്നില്ല. അവർ വളരെയധികം ഇൻവെസ്റ്റഡ് ആയിട്ട്, ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന് പെർഫോം ചെയ്ത് എനിക്ക് എന്താണോ വേണ്ടത് അത് തന്ന് ഹാപ്പി ആയിട്ട് പോയി എന്നേ നമുക്ക് ഓഡിയൻസിൽ നിന്നത് ഫീൽ ചെയ്യുള്ളൂ. ആൻഡ് ആസ് എ ഡയറക്ടർ ആൻഡ് ആസ് ദ പ്രൊഡ്യൂസർ എൻ്റെയും ഫീലിംഗ് അത് തന്നെയാണ്. എനിക്ക് വേണ്ടത് അവർ ഹോൾ ഹാർട്ടഡായിട്ട് അവർ തന്നു. അത് ബ്ലെസ്സി എന്ന് മാത്രമല്ല, ഇതിലുള്ള എല്ലാവരും, എവറിബഡി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, എവറിബഡി ബിഹൈൻഡ് ദ ക്യാമറ, എവറിബഡി ബിഹൈൻഡ് ദ സീൻസ്, എവറിബഡി ഹൂ സപ്പോർട്ടഡ് ദ പ്രോജക്റ്റ്, ഇതിലെല്ലാം ആ ഒരു ഹോൾ ഹാർട്ടഡ്നെസ് ഉണ്ട്. ആൻഡ് അതിനുള്ള ഒരു താങ്ക്സ് എന്നുള്ള രീതിയിലാണ് ഈ പ്രോഡക്റ്റ് എനിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത്. സോ ബ്യൂട്ടിഫുൾ ടു ഹിയർ ദാറ്റ്. പക്ഷേ ഇത് ഈ ഒരു ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഓഡിയൻസിന് മുന്നിൽ, ശ്രോതാക്കൾക്ക് മുന്നിൽ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ടൊരു മോട്ടിവേഷനായിട്ട് മാറണമെന്ന്. ഞാൻ മോട്ടിവേറ്റഡ് ആയി, എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ റിയലി ഹോപ്പ് ദാറ്റ് യു ഓൾസോ ഗോൺ ത്രൂ ദ സെയിം എക്സ്പീരിയൻസ്. നിങ്ങളുടെയും സ്വന്തം എൻഡവേഴ്സിൽ, ഇനിഷ്യേറ്റീവ്സിൽ ഇങ്ങനെയുള്ള ബോണ്ടുകൾ എക്സ്പ്ലോർ ചെയ്യുക, ഇങ്ങനെയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള റിലേഷൻസിനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതിൻ്റെ ഔട്ട്കമാണ് ഇപ്പോൾ ഒരു സിനിമ എന്ന പ്രോഡക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ. ഇപ്പോൾ ഫിലിം മേക്കേഴ്സിന് ഇത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അതേസമയം നിങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്ന എന്ത് തരം എഫർട്ടോ ആയിക്കോട്ടെ, അതിനകത്ത് ഇങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബോണ്ടുകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. റാദർ ദാൻ ലുക്കിംഗ് ഔട്ട്സൈഡ് ഫോർ ആൻ എസ്റ്റാബ്ലിഷ് പേഴ്സൺ ഇൻ ദ ഇൻഡസ്ട്രി ഓർ ദ പ്രൊഫഷൻ, ഇങ്ങനെയുള്ള ഒറിജിനലായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഔട്ട്കംസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് എന്നോടൊപ്പം നിങ്ങൾക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കളായ, അല്ലെങ്കിൽ ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത ഒരു അംഗീകാരമുണ്ട് നമ്മുടെ ഇടയിൽ, നമുക്കുണ്ടായ ഒരു ജനസമ്മതി എന്ന് പറഞ്ഞ തരത്തിൽ. പക്ഷേ അതേസമയം ഈ ചിത്രം പല ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് പോവുകയും അവിടെ നിന്നൊക്കെ അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അത് യൂട്യൂബിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയും അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാങ്കോക്ക് ഇൻ്റർനാഷണൽ ഫിലിം സൊസൈറ്റി, ബാങ്കോക്ക് സൊസൈറ്റി ഓഫ് ഫിലിം, സൊസൈറ്റി ഓഫ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഷോർട്ട് ഫിലിം. അതെ.
രണ്ടാമത്തത് ഓസ്ട്രേലിയൻ ഫിലിം, ബെസ്റ്റ് ഓസ്ട്രേലിയൻ ഫിലിമായിട്ട് സിഡ്നിയിൽ നടന്നിരിക്കുന്ന ഒരു ഫിലിം അതെ, ഫെസ്റ്റിവലിലും. ടൈറ്റൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് സിഡ്നി ബേസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഓസ്ട്രേലിയൻ ഫിലിം എന്നുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ വിൻ. താങ്ക് യു. റിയലി ഒരിക്കലും നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇതിൽ ആ ആത്മാർത്ഥതയിലൊക്കെ നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ഏറ്റവും നന്നായിട്ട് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള അംഗീകാരങ്ങൾ അതിൻ്റെ ഔട്ട്കമാണ്. അതിൻ്റെ ഒരു പക്ഷേ തന്നെ അഗൈൻ ദാറ്റ് മീൻസ് എ ലോട്ട് ഫോർ ദ പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ടു മേക്ക് ഫിലിംസ്. യുനോ ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു കഥാ രീതിയോ ഒക്കെ, അല്ലെങ്കിൽ കഥ പറയുന്ന രീതിയോ ഒക്കെ ഫോളോ ചെയ്തൊരു കമേഴ്ഷ്യൽ ആംഗിളിൽ സിനിമ അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട്. നമുക്കതൊക്കെ സിനിമയിലൊന്നൊരു ഒരു 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 എന്താ പറയുക, ഒരു ഔട്ട്കം, എന്ത് ഔട്ട്കം പ്രതീക്ഷിക്കുന്ന, ഒരു ഫിനാൻഷ്യൽ ഔട്ട്കം പ്രതീക്ഷിച്ചാണോ, അതോ നിങ്ങളുടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ള ശ്രമമാണോ, ആർ യു ട്രൈങ് ടു ചേഞ്ച് ദ വേൾഡ്, അങ്ങനെ പല പല ഉദ്ദേശത്തിലാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്, ഒരു പുസ്തകം എഴുതുന്നത്, എന്തിലും അതുണ്ട്. അപ്പോൾ ഇവിടെ there is still something that is stirring inside me. ആ സിനിമ കണ്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും എന്നിൽ നിൽക്കുന്നുണ്ട്. കേൾക്കുന്ന ഓഡിയൻസിൽ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു വർക്കാണ്. അപ്പോൾ 90.3 മലയാളം FM-ൻ്റെ ഈ ഒരു ബ്രോഡ്കാസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി ശ്രീ വസന്ത് നായർ ആൻഡ് ശ്രീ ഫിലിപ്പ് കോച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ശ്രോതാക്കളെ, അപ്പോൾ ഇന്നത്തെ ഈ ബ്രോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ലോകമെമ്പാടും ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് ബ്രോഡ്കാസ്റ്റർ ഉണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു. താങ്ക് യു. 92.3